بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأصحاب الشمال ما أصحاب الشمال، في سموم وحميم وظل من يحموم، لا بارد ولا كريم، إنهم كانوا قبل ذلك مترفين، وكانوا يصرون على الحنث العظيم، وكانوا يقولون إذا متنا وكنا ترابا وعظاما أئنا لمبعوثون أو آباؤنا الأولون. قل إن الأولين والآخرين لمجموعون إلى ميقات يوم معلوم. ثم إنكم أيها الضالون المكذبون لآكلون من شجر من زقوم، فمالئون منها البطون، فشاربون عليه من الحميم، فشاربون شرب الهيم، هذا نزلهم يوم الدين. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. لن يلج النار أحد بكى من خشية الله. صدق شفيعنا رسول الله صلى الله عليه وسلم. يا سيدي جد لي فجودك منتظر، للمرتجي لا سيما أهل الفقر، ما لي سوى مدحي وحبي من ذخر، فهما الذخيرة لي ونعم المدخر، بهما رجائي أن عيني قد تقر، إذ ما يقابل كل ساع بالأجر. يا ربي صل على النبي محمد، منجي الخلائق من جهنم في غدي. ബഹുമാനമുള്ള ഉസ്താദുമാരെ, കാരണവന്മാരെ, സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, സൂറത്തുൽ വാഖിയയിൽ ഏറ്റവും ശ്രദ്ധേയമായ
കൂടുതൽ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഇരുത്തി ചിന്തിപ്പിക്കുന്ന പരലോക ജീവിതത്തിലെ വിശ്വാസികൾക്കുള്ള സുഖസൗകര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ശ്രവിച്ചത്. ധിക്കാരികൾക്ക് അല്ലാഹു നൽകുന്ന ആർക്കും തന്നെ ചിത്രീകരിച്ച് പൂർത്തീകരിക്കാൻ കഴിയാത്ത കഠിനകഠോരമായ ശിക്ഷാമുറകൾ അള്ളാഹുവിനെ ധിക്കരിച്ചു നടന്നവർക്ക് അള്ളാഹു ഒരുക്കിയിരിക്കുന്ന ഭയാനകമായ നരകലോകം, അത് വിശദീകരിക്കുകയാണ് ഇന്ന് നാം ഓതിവെച്ച ആയത്തുകളിലൂടെ. വാഖിഅ സൂറയിൽ പറഞ്ഞ നരകത്തിൻ്റെ ഭയാനതകൾ വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ വ്യത്യസ്ത രൂപത്തിൽ അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇന്നലെ നാം അനുഭവിച്ചത്, നാം കേട്ടത്, ആനന്ദിക്കാനുള്ള നല്ല മരങ്ങൾ, വൃക്ഷങ്ങൾ, എല്ലാ വൃക്ഷങ്ങളിലും നിറയെ പഴങ്ങൾ, ആർക്കും തന്നെ സന്തോഷകരമാകുന്ന രീതിയിലുള്ള തണലുകൾ, കാണാൻ കൂടുതൽ ചന്തമേകുന്ന ഉദ്യാനങ്ങൾ, കുത്തിച്ചൊരിയുന്ന വെള്ളങ്ങൾ, അവസാനിക്കാത്ത വിധമുള്ള വ്യത്യസ്ത നിറങ്ങളിലുള്ള രുചികളിലുള്ള പഴവർഗ്ഗങ്ങൾ, നമ്മുടെ ഈ ലോകത്തെ നല്ലവരായി നടന്ന സഹോദരിമാരെ പ്രത്യേക രൂപത്തിലും ഭാവത്തിലും അല്ലാഹു തആല നമുക്ക് വേണ്ടി സ്വർഗത്തിൽ സംവിധാനിച്ചത്, ആ സുഖസൗകര്യങ്ങളൊക്കെ കേട്ട, ഉൾക്കൊണ്ട, നന്നായി അത് മനസ്സിലാക്കി സന്തോഷം കൊള്ളുന്ന നാം ആ സ്വർഗത്തെ നന്നായി പ്രതീക്ഷിക്കുന്നവരും അള്ളാഹുവിനോട് ചോദിക്കുന്നവരുമാണ്. അതിലപ്പുറം കൂടുതലായി നാം അള്ളാഹുവോട് ചോദിക്കുന്നത് നരകമോചനവും നരകത്തിൽ നിന്നുള്ള കാവലുമാണ്. ഒരു വിശ്വാസിയുടെ ദൈനംദിന പ്രാർത്ഥനകളിൽ, ദിക്റുകളിൽ നരകത്തിൻ്റെ കാവൽ വരാത്ത ദിക്റുകൾ, പ്രാർത്ഥനകൾ കുറവാണ്. നിസ്കാര അവസാനത്തിലുള്ള അത്തഹിയ്യാത്തുവിന് ശേഷം അള്ളാഹുവോട് ദുആ ചെയ്യുന്ന നേരത്ത് വമിൻ അദാബിന്നാർ, നരകശിക്ഷയിൽ നിന്ന് നിന്നോട് കാവൽ ചോദിക്കുന്നു എന്നൊരു ശ്രദ്ധേയമായ ഭാഗം ഉണ്ട്. അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട 4 വിഷയങ്ങളിൽ ഒന്ന് അദാബുന്നാർ, നരകശിക്ഷയാണ്. ആ നരകശിക്ഷ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നാം പേടിക്കുന്ന ഒന്നാണ്. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ്, സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് 7 പ്രാവശ്യം അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നത് അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അള്ളാഹുവേ നരകത്തിൽ നിന്ന് എന്നെ നീ കാക്കണേ. സുബ്ഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് വലത്തെ ഭാഗത്തിൻ്റെ മേൽ കടന്ന് ഖിബിലയിലേക്ക് തിരിഞ്ഞു കടന്ന് അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വ മീകാല വ ഇസ്റാഫീല വ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നി അഊദു ബിക മിനന്നാർ. അള്ളാഹുവിനോട് ചോദിക്കുന്നത് വിശുദ്ധരായ മലക്കുകളുടെ റബ്ബായ അള്ളാഹുവേ, ഏറ്റവും വലിയ സംശുദ്ധിയുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റബ്ബായ അള്ളാഹുവേ, നരകത്തിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. അപ്പം ആ നരകം നാം ഉൾക്കൊള്ളുന്നതിൽ അപ്പുറമാണ് അതിൻ്റെ ഭയാനകത അള്ളാഹു വെച്ചിരിക്കുന്നത്. അതു സംബന്ധിയായി നരകശിക്ഷയെപ്പറ്റി പറയുമ്പോൾ ആമുഖമായി ഞാനൊരു കാര്യം തെര്യപ്പെടുത്തുന്നത്,
നരകത്തിലേക്കാണ്, നരകത്തിലാണ്, നരകശിക്ഷ അനുഭവിക്കുന്നവരാണ് എന്ന് ഏതെല്ലാം ദുഷ്പ്രവർത്തികളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടോ നാം എല്ലാവരും അതിൽ നിന്ന് തീർത്തും മാറണം. നമ്മുടെ സ്വഭാവവും നമ്മുടെ സംസ്കാരവും ശൈലിയും ജീവിതത്തിൽ ഒരിക്കലും വിട്ടുമാറാനാകാത്ത രൂപത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന ഏറ്റവും മോശപ്പെട്ട പതിവുകളെല്ലാം തിരുത്തേണ്ടതുണ്ട്. കാരണം കേൾക്കാൻ പോകുന്നത് നരകത്തിൻ്റെ ഭയാനതകളാണ്. വഅസ്ഹാബു ശിമാലി മാ അസ്ഹാബു ശിമാൽ. വഅസ്ഹാബു ശിമാൽ, ഇടതുകൈയിൽ കിതാബ് കിട്ടിയ അർശിൻ്റെ ഇടതുപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ. മാ അസ്ഹാബു ശിമാൽ, അവരുടെ കാര്യത്തിൻ്റെ ഗൗരവം എത്ര വലുതാണ്. ആ ഹതഭാഗ്യർ, ഭാഗ്യം കുറഞ്ഞവർ, അവരുടെ അവസ്ഥ എത്രമാത്രം ഭയാനകമാണ്. അവർക്ക് അല്ലാഹു തആല ഒരുക്കിയിരിക്കുന്ന ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ശിക്ഷയുടെ രൂപങ്ങൾ കേൾക്കുമ്പോൾ മാ അസ്ഹാബു ശിമാൽ, നമ്മൾ ആവർത്തിച്ച് അത് പറയും. മാ അസ്ഹാബു ശിമാൽ, നരകത്തിൽ പോകുന്ന ഹതഭാഗ്യരുടെ ദുർഗതി എത്രമാത്രം ഭയാനകമാണ്. ഫീ സമൂമിൻ വഹമീം വളില്ലിൻ മിൻ യഹ്മൂം ലാ ബാരിദിൻ വലാ കരീം. ഫീ സമൂമിൻ, ആ നരകക്കാര് ഏറ്റവും ചുട്ടുപൊള്ളുന്ന ചുടുകാറ്റിലാണ്. ചൂടുള്ള കാറ്റ്, അവർക്കവിടെ കിട്ടുന്ന ഒരു കാര്യം അതാണ്. തണുത്ത കാറ്റ് എന്തൊരു സുഖമാണ്, എന്തൊരു സൗന്ദര്യമാണ്. നരകത്തിൽ കാറ്റുണ്ട്, പക്ഷേ അത് ചൂടുള്ള കാറ്റാണ്. വഹമീം, വെള്ളം ഉണ്ട്, ചൂടുള്ള വെള്ളമാണ്, ചീഞ്ചലമാണ്. അതിൻ്റെ ചൂടിൻ്റെ ഗൗരവമൊക്കെ പറയാം. അത്യധികം ഉഷ്ണമുള്ള, അത്യധികം ചൂടുള്ള വെള്ളം കുടിക്കാൻ ദാഹം മുന്നോട്ട് വരുമ്പോൾ എന്തെങ്കിലും വെള്ളം കിട്ടണമെന്ന് ആക്രോശിച്ച് അവസാനം കുടിക്കാൻ കിട്ടുന്ന വെള്ളം ഹമീം, ചൂടുള്ള വെള്ളമാണ്. നമ്മുടെ ഇവിടത്തെ ചൂട് പോലെയല്ല, എത്രയോ ഭയാനതകൾ നിറഞ്ഞ ചൂടാണ്. വളില്ലിൻ മിൻ യഹ്മൂം, തണലുണ്ടോ? ഇന്നലെ നമ്മളൊരു തണൽ പറഞ്ഞു, വളില്ലിൻ മംദൂദ് എന്നാണ്. പ്രവിശാലമായ നിലനിൽക്കുന്ന തണൽ. ആരും ആ തണലിൻ്റെ ചുവട്ടിൽ ആനന്ദിക്കാനും ആസ്വാദനത്തിനും വേണ്ടിയിരിക്കും. എന്നാൽ നരകത്തിൽ ഉള്ള തണൽ മിൻ യഹ്മൂം, കരിമ്പുകയാലുള്ള തണലാണ്. ആ തണൽ സഹിക്കാൻ കഴിയൂല. കരിമ്പുകയാണ് തണലായി വരുന്നത്. ലാ ബാരിദിൻ വലാ കരീം, ആ തണൽ തണുത്ത തണലല്ല. വലാ കരീം, സുഖകരമായതുമല്ല. കരിമ്പുകയാൽ അല്ലാഹു തണലൊരുക്കുന്നു. തണൽ ഉണ്ട് എന്ന് കരുതിയിട്ട് നരകക്കാര് മറ്റൊരു വശത്തേക്ക് കടുത്ത ശിക്ഷയിൽ നിന്ന് മാറുമ്പോൾ തണലായി അല്ലാഹു നൽകുന്നത് ഈ കരിമ്പുകയാണ്. വിശദമായി ഇൻഷാ അല്ലാഹ് ഞാൻ തഫ്സീറിലേക്ക് വരുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു കാരണം പറയുന്നത് ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുത്റഫീൻ, ഇവർ നരകത്തിലേക്ക് വരാനുള്ള കാരണം അല്ലാഹു പറയുന്നു. ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുത്റഫീൻ, ഇവർ ഇവിടെ വരുന്നതിൻ്റെ മുമ്പ്, ഇതിനു മുമ്പ് നന്ദി ബോധമുള്ളവരല്ല, അല്ലാഹുവെ സമ്മതിക്കുന്നവരല്ല. ഖബ്ല ദാലിക മുത്റഫീൻ, സുഖിയന്മാരായിരുന്നു. സുഖലോലുപതയിൽ മാത്രം ജീവിതം തള്ളി നീക്കിയവരായിരുന്നു. ആ സുഖത്തിലങ്ങനെ അഭിരമിച്ച് കഴിയുമ്പോൾ വകാനൂ യഖൂലൂന, അവർ പറയാറുണ്ട് സാധാരണ, അഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇളാമൻ
അഇന്നാ ലമബ്ഊസൂൻ. അവർക്കല്ലാഹു നൽകിയ സുഖത്തിൽ മതിമറന്ന് ആരാണ് ഈ സുഖം നൽകിയവൻ എന്ന് ചിന്തിക്കുന്നതിനു പകരം ആരാണ് ഇല്ലായ്മയിൽ നിന്ന് ഈ ഉണ്മയിലേക്ക് കൊണ്ടുവന്നത് എന്നാലോചിക്കുന്നതിന് പകരം നിഷേധത്തിൻ്റെ കടുത്ത നിഷേധത്തിൻ്റെ വാക്കുകളാണ് അവർ പറയുന്നത്. അഇദാ മിത്നാ, നാം ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ, വകുന്നാ തുറാബൻ വഇളാമൻ, നാം മണ്ണോട് ചേർന്ന് കഴിഞ്ഞാൽ, നുരുമ്പിയിട്ട് നമ്മുടെ അസ്ഥികൾ മുഴുവനും മണ്ണിനോട് ഒട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ, അഇന്നാ ലമബ്ഊസൂൻ, നമ്മെ പുനർജീവിപ്പിക്കപ്പെടുകയോ അങ്ങനെ സംഭവിക്കുമോ? ഇങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഇല്ല. ഇതവർ സത്യം ചെയ്ത് പറയുന്നൊരു വലിയ സത്യമാണ്. വകാനൂ യുസിറൂന അലൽ ഹിൻസിൽ അളീം, ഒരു മഹാസത്യവാചകത്തിൻ്റെ മേൽ അവർ ഉറച്ചു നിൽക്കാറുണ്ട്. ഉറച്ചു നിൽക്കുന്ന ആ സത്യവാചകം തീർത്തും അള്ളാഹു അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളോട് പൊരുത്തക്കേട് കാണിക്കുകയും പറയുകയും ചെയ്യുന്ന രൂപമാണ്. അവ ആബാഉനൽ അവ്വലൂൻ, മഹാസത്യം ഇതാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെങ്ങനെ പുനർജീവിതം? ഏറെ ആശങ്കപ്പെടുത്തുന്നൊരു വിഷയം അതല്ലേ? അല്ലാഹു തആല അവൻ്റെ ഇലാഹിയായ ഖുദ്റത്തുകൾ ഭൂമിലോകത്ത് എത്ര തന്നിട്ടുണ്ട്. മനുഷ്യന് ചിന്തിച്ചാൽ എത്തും പിടിയും കിട്ടാത്ത ഒരുപാട് ഖുദ്റത്തുകൾ ഇവിടെയില്ലേ? സഹോദരങ്ങളെ, കാറ്റടിച്ച് വീശിയാൽ നിയന്ത്രിക്കാൻ എന്ത് ഉപകരണങ്ങളുണ്ട്? ആകാശലോകത്തിന് അല്ലാഹു തആല വിസ്ഫോടനം സൃഷ്ടിച്ചാൽ പ്രതികരിക്കാൻ എന്ത് സായുധ സേനയുണ്ട്? ജലപ്രളയം കണ്ടില്ലേ നിങ്ങൾ എല്ലാ ഭാഗത്തും പൊങ്ങി വന്നത്? ആർക്കിനി അത് ഇല്ലാതെയാക്കാനുള്ള തീരുമാനത്തിന് കഴിയും? അല്ലാഹു ജല്ല ജലാലുഹു അവൻ്റെ വലിയ വലിയ ദൃഷ്ടാന്തങ്ങള് മനുഷ്യർക്ക് മുന്നിൽ ഇങ്ങനെ ഇടക്കിടക്ക് അല്ലാഹു തആല കൂടുതലാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ തന്നെ ചിന്തിച്ചാൽ ധാരാളം പഠിക്കാനും അറിയാനും ഇവിടെയുണ്ട്. എന്നിട്ടും മനുഷ്യൻ പറയുന്നത് വകാനൂ യുസിറൂന അലൽ ഹിൻസിൽ അളീം, ഒരു വലിയ സത്യത്തിൻ്റെ മേൽ അവർ ഉറച്ചു നിൽക്കുന്നു. അവരുടെ സത്യമാണ് ജീവിതം ഇവിടെ, മരണം ഇവിടെ, എല്ലാം ഇവിടെ തീർന്നു. ഇനി പുതിയ ഒരു ലോകം അതില്ല, ഇല്ലെന്ന് പറയാൻ കഴിയില്ല. കാരണം പരിസരത്തേക്ക് നോക്കിയാൽ ബുദ്ധിമാൻ ഉണ്ടെന്നേ പറയൂ. പരിസരങ്ങളിൽ കാണുന്ന പലതും പഴയ കാലത്ത് മഅദൂമാണ്, ഇല്ലാത്തതാണ്. സഹോദരങ്ങളെ, നല്ല ഉഷ്ണകാലത്ത് പാടത്തിലേക്ക് പറമ്പിലേക്ക് നോക്കൂ. നല്ലവണ്ണം പച്ചപ്പായി നിൽക്കുന്ന സ്ഥലങ്ങൾ മുഴുവനും മരവിച്ചു പോയിട്ടുണ്ട്, മഞ്ഞളിച്ചു പോയിട്ടുണ്ട്, ഒരു കാറ്റടിച്ചാൽ പാറുന്ന രൂപത്തിലായിട്ടുണ്ട്. നല്ലൊരു മഴ വർഷിക്കുമ്പോഴേക്ക് അവിടെ മുഴുവനും പച്ചപ്പരവതാനി വിരിച്ചതുപോലെ സന്തോഷകരമാകുന്ന രൂപത്തിൽ പച്ചക്കുന്നുകളും പച്ചപ്പുൽമേടുകളും അല്ലാഹു സൃഷ്ടിക്കുന്നത് ഒരു ഇല്ലായ്മയിൽ നിന്നുള്ള സൃഷ്ടിപ്പിലേക്ക് മനുഷ്യന്റെ മനസ്സിനെ തിരിച്ചു കൊണ്ടുവരാനാണ്. അതുകൊണ്ടാണ് ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും ഉദാഹരണം പറഞ്ഞിടത്ത് മുഴുവനും വദ്രിബ് ലഹും മസലൽ ഹയാത്തിദ് ദുനിയാ കമാഇൻ അൻസൽനാഹു മിനസ് സമാഇ ഫഖ്തലത ബിഹി നബാതുൽ അർള് ഫഅസ്ബഹ ഹസീമൻ തദ്റൂഹു الرിയാഹ് വകാന അല്ലാഹു അലാ കുല്ലി ശൈഇൻ മുഖ്തദിറാ. നാം അനുഭവിക്കുന്ന ഈ ഭൗതിക ജീവിതം ഇത് ദായിമായ നിലനിൽക്കുന്ന ഒരു ലോകം അല്ല. അതിനാണ് അല്ലാഹു തആല മഴയെയും മഴ കൊണ്ടിവിടെ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യലതാദികളെയും ഉദാഹരണം പറഞ്ഞിട്ട് ഫഅസ്ബഹ ഹസീമൻ തദ്റൂഹു الرിയാഹ്, പിന്നെ ആ നല്ലവണ്ണം കുളിർമയേകി നിൽക്കുന്ന പച്ചപ്പുകൾ മുഴുവനും കാറ്റടിച്ച് വീശിയാൽ പാറുന്ന പരുവത്തിൽ അല്ലാഹു തആല ചപ്പുചവറകളാക്കി വെച്ചു. ഈ ഉദാഹരണം ഭൗതിക ലോകത്തിൻ്റെ നശ്വരതയിലേക്കും പാരത്രിക ലോകം ഉണ്ട് എന്ന വിഷയത്തിലേക്കുമുള്ള വലിയ തെളിവാണ്. ഈ തെളിവൊക്കെ ഉണ്ടായാലും ഏത് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനുഷ്യന് കിട്ടിയാലും മനുഷ്യൻ പറയും അഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇളാമൻ അഇന്നാ ലമബ്ഊസൂൻ.
നാം ഒക്കെ മരിച്ച് മണ്ണായി ചേർന്ന് നമ്മുടെ തൊലിയൊക്കെ മാറിയിട്ട് അസ്ഥിയായി, ആ അസ്ഥി മുഴുവനും മണ്ണിനോട് ചേർന്നിട്ട് നുരുമ്പിപ്പോയി. എന്നിട്ട് ഇന്നാലമബുഊസൂൻ, നാം പുനർജീവിപ്പിക്കപ്പെടുകയോ? നമ്മൾ മാത്രമല്ല, അവ ആബാഉനൽ-അവ്വലൂൻ, നമ്മുടെ പൂർവീക പിതാക്കളും ഇങ്ങനെ വരുമെന്നാണോ പറയുന്നത്? ഇതവരുടെ സദാ ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള മറുപടിയാണ്. ആ മറുപടി അവരെ സമർത്ഥിച്ചുകൊണ്ട് അല്ലാഹു തആല വേറെ നടത്തും. വിശുദ്ധ ഖുർആൻ അവർക്ക് മറുപടി പറയുന്നുണ്ട്. അതിനു മുമ്പ് സഹോദരങ്ങളെ, നരകക്കാർക്ക് അല്ലാഹു തആല പറഞ്ഞ ഭയാനതകളിൽ എണ്ണിപ്പറഞ്ഞ 3 എണ്ണമില്ലേ, അതൊരു സാധാ രൂപത്തിൽ കാണേണ്ടതല്ല, കേൾക്കേണ്ടതുമല്ല. അല്ലാഹു നമ്മെ നരകത്തെ തൊട്ട് കാക്കുമാറാകട്ടെ. നരകം കടക്കാതെ, നരകം തൊടാതെ സ്വർഗത്തിലെത്തുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു ചേർത്തി തരട്ടെ. ഏറ്റവും വലിയ ഭാഗ്യം, വിജയം അതാണ്. നരകത്തിൽ കടന്നാലും ഈമാനുണ്ടെങ്കിൽ ഈമാനിൻ്റെ പേരിൽ രക്ഷ ലഭിക്കും. പക്ഷേ അത് വലിയൊരു വിജയമൊന്നുമല്ല. ഒരു താൽക്കാലികമായി ചെറിയ ഒരു വിജയം കിട്ടിയെന്നേ പറയാനുള്ളൂ. യഥാർത്ഥ വിജയം ഫമൻ സുഹ്സിഹ അനിന്നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്, നരകം തൊടാതെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. ഫഖദ് ഫാസ്, അവൻ വിജയിച്ചു. നരകത്തിൽ പോയി കിടന്ന് അവൻ്റെ എല്ലാ വിഷയങ്ങൾക്കുള്ള ശിക്ഷയൊക്കെ കിട്ടി കരിഞ്ഞുണങ്ങി ആ ശരീരത്തെ രണ്ടാമതും അല്ലാഹു തആല ഒന്ന് പരിവർത്തിപ്പിച്ചു കൊണ്ടുവന്നു. അതൊരു വലിയ വിജയമായി കണക്കാക്കാനില്ല. അത് ഈമാനൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ രക്ഷപ്പെട്ടു വന്നതേ ഉള്ളൂ. നരകം തൊടാതെ സ്വർഗത്തിലെത്താനുള്ള വിജയമാണ് യഥാർത്ഥ വിജയം. അല്ലാഹു കൂട്ടത്തിൽ പെടുത്തി തരട്ടെ. നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, സഹപാഠികൾ, സന്താനങ്ങൾ, ഭാര്യമാർ, സുഹൃത്തുക്കൾ എല്ലാവരെയും അല്ലാഹു കൂട്ടത്തിൽ പെടുത്തി തരട്ടെ. വഅസ്ഹാബുശ്ശിമാലി മാ അസ്ഹാബുശ്ശിമാൽ ഫീ സമൂമിൻ വഹമീം. അസ്ഹാബുശ്ശിമാൽ ഹതഭാഗ്യർ, അവർ ഫീ സമൂമിൻ വഹമീം, സമൂമിലാണ്. അല്ലാഹു തആല ആദ്യം പറഞ്ഞത് സമൂമാണ്. നരകത്തെപ്പറ്റി പറഞ്ഞപ്പോൾ, നരകത്തിൻ്റെ വിഹ്വലതകളൊക്കെ പറഞ്ഞപ്പോൾ ഇവിടെ സമൂമ് ഹമീം അതാണല്ലോ തുടക്കം തന്നെ പറഞ്ഞത്. അത് അങ്ങനെ പറയാനുള്ള കാരണം, കടുത്ത ശിക്ഷ പറയുന്നതിൻ്റെ മുമ്പ് അതിൻ്റെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കാര്യങ്ങൾ പറയാനുള്ള കാരണം, അതിൻ്റെ ഉപരിഭാഗത്തിലൂടെയും പരിസരത്തിലൂടെയും തന്നെ ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ, നരകത്തിൻ്റെ ചെറിയ അവസ്ഥകൾ തന്നെ ഒന്ന് മനസ്സിലാക്കിയാൽ പിന്നതിൻ്റെ ഗൗരവം എത്ര വലുതാണ്. സമൂം എന്ന വാക്കിന് 2 വിവക്ഷകൾ നൽകിയിട്ടുണ്ട് മഹാന്മാർ. ഫീ സമൂം, ഒന്ന് സമൂം എന്ന് പറയുന്നത് അതേ കാറ്റാണ്. ആ കാറ്റ് വിഷക്കാറ്റാകുന്നു. ഹിയ റീഹുൻ ഹാറ, ചൂടുള്ള കാറ്റ്. ആ കാറ്റടിച്ച് വീശുമ്പോഴേക്ക് രോഗിയായി മാറും. ഔ തുഖ്തലു ഗാലിബാ, അല്ലെങ്കിൽ സാധാരണ അർത്ഥത്തിൽ പണി തീർന്നു പോകും, ജീവൻ തീർന്നു പോകും. അത്തരത്തിലുള്ള വിഷക്കാറ്റാണ്. കാരണം സമൂമ് എന്ന് പറയുന്നത് സമ്മ് എന്ന വാക്കിൽ നിന്നും സുമ്മ് എന്ന വാക്കിൽ നിന്നും വന്നതാണ് എന്ന വീക്ഷണപ്രകാരമാ പറയുന്നത്. അറബിയിൽ സുമ്മ് എന്ന് പറഞ്ഞാൽ വിഷം എന്നാണ്. അപ്പോൾ സുമ്മെന്നാണ് വന്നത് എന്ന് വെക്കുമ്പോൾ സമൂമ് വിഷക്കാറ്റാണ്. വിഷക്കാറ്റാകുമ്പോൾ അതും ഉൾക്കൊള്ളാൻ കഴിയില്ല. ഏത് ഭാഗത്തുനിന്നും വിഷക്കാറ്റടിക്കുന്നുണ്ടോ, എത്ര ആരോഗ്യം അല്ലാഹു നൽകിയ ശരീരമാണെങ്കിലും, എത്ര വലുപ്പവും കട്ടിയും ഖനവും നൽകിയവരാണെങ്കിലും രോഗികളാകും. അല്ലെങ്കിൽ ആ ശരീരത്തിൻ്റെ അവസ്ഥ പറ്റേ ഇല്ലാതെയായി പോകും. സാധാരണ അർത്ഥത്തിൽ അങ്ങനെയുള്ള കാറ്റടിച്ച് വീശുമ്പോൾ നരകക്കാരുടെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരിക്കൽ പോലും അവർ ആരോഗ്യവാന്മാരല്ല. ഇവിടെ അടിച്ചു വീശുന്ന കാറ്റ്, ഇവിടെ ഒരു ജീവി പറഞ്ഞിട്ട് നിപ്പ വന്നപ്പോഴേക്ക് ആൾക്കാരെല്ലാവരും ഉള്ളിൽ പോയി. അത് ഏത് ജീവി എന്നാന്നുള്ളത് ഒരു പിടുത്തം കിട്ടിയിട്ട് കിട്ടാത്ത രൂപത്തിൽ അങ്ങനെ പോകുകയാണ്. അവിടെ ഇരിക്കട്ടെ. കുറേ ജീവികളൊക്കെ സാധുക്കളൊക്കെ വെറുതെ കുറ്റം പറഞ്ഞ് അവരിപ്പോഴും സദാസമയത്തും അവർ ഉറങ്ങേണ്ടടുത്ത് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരാന്നൊക്കെ പറഞ്ഞിരുന്നു, അല്ല വേറെ പലതാന്നൊക്കെ പറഞ്ഞിരുന്നു. ഇവിടെ എത്ര കാറ്റടിച്ച് വിഷിയാലും നമ്മൾ അങ്ങനത്തെ ഒരു കാറ്റ് ഒരിക്കലും ഇവിടെ അനുഭവിച്ചിട്ടില്ല.
ഇവിടെ അടിച്ചു വീശുന്ന കാറ്റ് വിഷക്കാറ്റാണെങ്കിൽ എന്തായിരിക്കും മനുഷ്യന്റെ അവസ്ഥ? വിഷക്കാറ്റ് ശ്വസിച്ചത് കൊണ്ട് ഇന്നും വിയറ്റ്നാമിലും നാഗസാക്കിയിലും ഹിരോഷിമ വർഷിച്ച വിഷക്കാറ്റുകളെ കൊണ്ട് അന്ന് അവര് ഇട്ട ആ ബോംബുകളിൽ നിന്ന് വന്ന വിഷലിപ്തമായ ബോംബ് വർഷം കൊണ്ട് അന്തരീക്ഷത്തിലൂടെ അതിൻ്റെ വിഷമിങ്ങനെ പരക്കുന്നത് കൊണ്ട് ഇന്നും പരിസരത്ത് ജനിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ശരീരത്തിന് വേണ്ട ആരോഗ്യാവസ്ഥ ലഭിക്കുന്നില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഭാഗത്ത് തന്നെ എൻഡോസൾഫാന്റെ കഥ പറയും പോലെ തന്നെയാണിത്. അത് നരകത്തിൽ സദാ അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്നത് വിഷക്കാറ്റാണ്. അപ്പൊ നരകത്തിലുള്ള ആളെ ശരീരം അല്ലാഹു എത്ര വലുപ്പം കൂട്ടിയാലും ഒരിക്കലും അവൻ ആരോഗ്യവാനല്ല. കാരണം ഈ കാറ്റൊന്ന് വീശുമ്പോഴേക്ക് അവൻ്റെ ആരോഗ്യം പോയി. ആ കാറ്റല്ലേ അവൻ്റെ ശരീരത്തിൽ തട്ടുന്നവൻ രോഗിയാകുന്നു. വളരെ ചെറിയ ശരീരമാണെങ്കിലോ ആ ശരീരം അതാ പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്നു. പിന്നെയും അല്ലാഹു തആല ഹയാത്താക്കുന്നു. മരിക്കുക എന്ന് പറഞ്ഞാൽ മരണത്തിൻ്റെ അങ്ങേ അവസ്ഥകളൊക്കെ പ്രാപിക്കുക എന്നാണ്. നരകത്തിൽ പിന്നൊരു മരണം ഇല്ലല്ലോ. സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യാ. നരകത്തിൽ മരിക്കൂല, എന്നാൽ സജീവതയുള്ള ജീവിതമുണ്ടോ? അതും ഇല്ല. ഈ വിഷമങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു എന്ന് മാത്രമാണ്. മറ്റൊന്ന് സമൂമ് എന്ന് പറഞ്ഞാൽ സമ്മ് എന്നതിൽ നിന്ന് വന്നതാണ്. സമ്മ് എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ സൂചിപ്പഴുത് എന്നാണ് അർത്ഥം. സൂചിപ്പഴുതിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ രോമക്കുത്തുകൾ കണ്ടില്ലേ? ആ രോമക്കുത്തുകളിലൂടെ തുളച്ചു കയറുന്ന കാറ്റാണ് ഈ കാറ്റ്. സമൂം എന്നതിന് രണ്ട് താല്പര്യമാണ് മഹാന്മാർ രേഖപ്പെടുത്തിയത്. ആ താല്പര്യം തന്നെ രണ്ടും അതിൻ്റെ കാറ്റിൻ്റെ ഭയാനകത സൂചിപ്പിക്കുന്നുണ്ട്. വിഷക്കാറ്റാണെങ്കിലും ഉൾക്കൊള്ളാൻ കഴിയില്ല. അതേ രൂപത്തിൽ തന്നെ സൂചിപ്പഴുതിലൂടെ തുളച്ചു കയറുന്ന രീതിയിൽ നമ്മുടെ ശരീരത്തിൻ്റെ രോമക്കുത്തുകളിലൂടെ തുളച്ചു കയറുന്ന കാറ്റാണെങ്കിലും വല്ലാത്ത അനുഭവം തന്നെയാണ്. രണ്ടാമത് പറയുന്നത് ഹമീം, ചൂടുള്ള വെള്ളമല്ലേ സഹോദരന്മാരെ. ആ ചൂടിൻ്റെ ഊക്കെത്രയാണ്? കുടിക്കാൻ വേണ്ടി ഒരുങ്ങുന്നവർ ആ വെള്ളത്തിൻ്റെ ചൂടിൻ്റെ കഥ കുറച്ച് കൂടിക്കഴിഞ്ഞ് സൂറത്തുൽ വാഖിയ പറയുന്നുണ്ട്. കുടിക്കാൻ ഒരുമ്പെടുന്ന ആളുകൾ ദാഹം സഹിക്കവയ്യാതെയാണ് കുടിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് ദാഹം തീരുന്നുണ്ടോ? ദാഹം തീരുന്നില്ല. അവർക്ക് ദാഹം ഒതുക്കാൻ കഴിയുന്നുണ്ടോ? അതും ഒതുക്കാൻ കഴിയുന്നില്ല. കാരണം ആ വെള്ളം ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുമ്പോഴേക്ക്, ആ വെള്ളം അവർ കുടിക്കാൻ ഒരുങ്ങുമ്പോഴേക്ക് അവരെ ശരീരത്തിൻ്റെ കുടിക്കാൻ ഉപയോഗിക്കുന്ന ചുണ്ടും അതുപോലെ തന്നെ അതിൻ്റെ മേലെയുള്ള മൂക്കും മറ്റു എല്ലാ അവയവങ്ങളും ചൂട് കാരണം അതിൽ നിന്ന് വരുന്ന അതിൻ്റെ ആവി കാരണം പൊള്ളിപ്പോകുന്നുണ്ട്, കരിഞ്ഞു പോകുന്നുണ്ട്. കുടിക്കാൻ ദാഹം കൂടുതലായതുകൊണ്ട് ഒരുമ്പെട്ടൊന്ന് മുറുക്ക് കുടിക്കുമ്പോഴേക്ക് ഉള്ളിലുള്ള കൊടൽമാലകൾ മുഴുവനും മുറിഞ്ഞ് 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 എല്ലാം ഉരുകിയൊലിക്കുന്നുണ്ട്. കുടിക്കുമോ എന്ന് ചോദിച്ചാൽ കുടിക്കും. കുടിക്കാൻ എന്തേ കാരണം? അതീവ ദാഹമാണ്. അത്തരത്തിലൊരു ദാഹം വേറെ ഒരു സ്ഥലത്തും അനുഭവിക്കാനില്ല. കടുത്ത ദാഹം ഉൾക്കൊള്ളുന്ന രൂപമാണ് നരകത്തിൽ. അതുകൊണ്ടല്ലേ നരകക്കാര് സ്വർഗക്കാരെ വിളിച്ചുകൊണ്ട് നാളെ ആഖിറത്തിൽ പറയുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. വനാദാ അസ്ഹാബുന്നാരി അസ്ഹാബൽ ജന്ന. നരകക്കാര് സ്വർഗക്കാരെ വിളിച്ചു പറയും, അഫീലു അലൈനാ മിനൽ മാഇ ഔ മിമ്മാ റസഖകുമുല്ലാഹ്. നിങ്ങൾക്ക് അല്ലാഹു തആല തന്ന വെള്ളത്തിൽ നിന്ന് അല്പമൊന്ന് ചൊരിച്ചു തരുമോ ഞങ്ങൾക്ക്? അഫീലു അലൈനാ മിനൽ മാഇ. നരകക്കാര് വിളിച്ചു പറയുകയാണ് സ്വർഗക്കാരോട്, നിങ്ങൾക്ക് അല്ലാഹു തന്ന വെള്ളമില്ലേ, കുറച്ച് ഞങ്ങൾക്ക് ചൊരിച്ചു തരുമോ? വെള്ളം തരൂലെങ്കിൽ ഔ മിമ്മാ റസഖകുമുല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ വിഭവസമൃദ്ധമായ പലതും ഉണ്ടല്ലോ, ഭക്ഷ്യവസ്തുക്കളുണ്ട്, പഴവർഗ്ഗങ്ങളുണ്ട്, പലതും ഉണ്ട്. അതിൽ നിന്നെങ്കിലും കുറച്ച് ഞങ്ങൾക്ക് ഒഴിച്ചു തരുമോ?
ഖാലൂ സ്വർഗ്ഗക്കാര് പറയും ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ, നിങ്ങൾ നിഷേധികളല്ലേ, നിങ്ങൾക്ക് തരാൻ പറ്റൂല, അള്ളാഹു നിങ്ങൾക്കത് തടഞ്ഞിട്ടുണ്ട്. വളരെ ആവലാതിയോട് ആക്രോശിച്ച് പറയുകയാണ്. നരകക്കാര് സ്വർഗക്കാരെ വിളിക്കും, സ്വർഗക്കാര് നരകക്കാരെ വിളിക്കും, സഹായം തേടാനല്ല, എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാൻ. സ്വർഗത്തിലെ ആൾക്കാർ നരകക്കാരെ വിളിച്ചിട്ട് ചോദിക്കും, ഹൽ വജത്തും മാ വഅദ റബ്ബുക്കും ഹഖാ, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറഞ്ഞിരുന്നത് യാഥാർത്ഥ്യമായി അനുഭവിച്ചിട്ടുണ്ടോ നിങ്ങൾ? എല്ലാവരും പറയും നഅം, അനുഭവിച്ചു, ഞങ്ങൾ അനുഭവിച്ചു, റബ്ബ് ഞങ്ങളോട് പറഞ്ഞത് യാഥാർത്ഥ്യമായി ഞങ്ങൾ അനുഭവിച്ചു. ഈ രണ്ടുപേരുടെയും ചോദ്യം ഉത്തരവും കേൾക്കുമ്പോൾ ഫഅദ്ദന മുഅദ്ദിനും ബൈനഹും, അവർക്കിടയിൽ നിന്ന് വിളംബരപ്പെടുത്തുന്ന ഒരാൾ ഉറക്കെ വിളിച്ചു പറയും, അല്ലാനത്തുല്ലാഹി അലൽ ളാലിമീൻ, അള്ളാഹുവിൻ്റെ ലഅനത്ത് അക്രമികളുടെ മേലുണ്ടാകട്ടെ. അക്രമം ചെയ്തത് കൊണ്ടല്ലേ നിങ്ങൾക്കവിടെ കടക്കേണ്ടി വന്നത്, പ്രവേശിക്കേണ്ടി വന്നത്. സഹോദരന്മാരെ, വെള്ളം ആവശ്യപ്പെടുകയാണ്. ഇതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളത്തിൻ്റെ മഹത്വം പഠിപ്പിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞത്, ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് വന്നിട്ടൊരാൾ ചോദിച്ചു, അയ്യു സ്വദഖത്തി അഫ്ളലു, ഏറ്റവും നല്ല ധർമ്മം ഏതാണ്? മഹാനവറുകൾ പറയാണ്, ഇതേ ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ ഞാൻ അവിടെയുണ്ട്. നിങ്ങൾ എന്നോട് ചോദിച്ച അതേ ചോദ്യം തങ്ങളോട് വന്നിട്ടൊരാൾ ചോദിച്ചിരുന്നു, അപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. കാല, തങ്ങൾ പറഞ്ഞു, അൽമാ, വെള്ളമാണ്. എന്നിട്ട് തങ്ങൾ പറയാണ്, അലാ തറാ അന്നഹ്ലന്നാരി, നീ അറിയണം, നിങ്ങൾ അറിയണം, നരകക്കാർ ഇദസ്തഗാസൂ ബി അഹ്ലിൽ ജന്ന, സ്വർഗക്കാരോട് സഹായാർത്ഥന നടത്തിയാൽ, ഖാലൂ, അവർ പറയും, അഫീലു അലൈനാ മിനൽ മാഇ ഔ മിമ്മാ റസഖകുമുല്ലാഹ്. ആ ഒരൊറ്റ ആയത്തിന്റെ അർത്ഥം ചിന്തിച്ച്, നരകക്കാരുടെ ആക്രോശം ചിന്തിച്ച്, വെള്ളം കുടിക്കാൻ കഴിയാതെ വീണുപോയ മഹാരഥന്മാർ ഇവരെയുണ്ട്. വെള്ളമാണ് അഫ്ളൽ എന്ന് പറയാൻ കാരണം, വെള്ളമാണ് നരകക്കാർ സ്വർഗക്കാരോട് ചോദിക്കുന്ന ചോദ്യം. വെള്ളം കുറച്ച് തരുമോ? അതുകൊണ്ട് വെള്ളത്തിൻ്റെ മഹത്വം എത്ര വലുതാണ്. സ്വർഗക്കാരോട് നരകക്കാർ സഹായാർത്ഥന നടത്തുമ്പോൾ ചോദിക്കുന്നത് വെള്ളമാണ്. അതുകൊണ്ട് ദുനിയാവിൽ കൊടുക്കാനും നല്ല സ്വതക്ക വെള്ളമാകുന്നു. മരണപ്പെട്ടു പോയ ബാപ്പ ഉമ്മാന്റെ പേരിൽ കുടിക്കാൻ വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് കിണർ കുഴിച്ചു കൊടുക്കുക. ബഹുമാനപ്പെട്ട സഅദ് ബിനു മുആദ് റളിയല്ലാഹു അൻഹു, സഅദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ മാതാവിൻ്റെ പേരിൽ കിണർ കുഴിച്ചു കൊടുത്തു. ഹാദിഹി ഉമ്മി സഅദ്, ഇതെൻ്റെ ഉമ്മാക്കുള്ള കിണറാണ്. കാരണം ഉമ്മ പൊതുവെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ വരുമ്പോൾ സ്വതക്ക നൽകാൻ വേണ്ടിയിട്ടും നേർച്ച നൽകാണ്ടിയൊക്കെ പറയുന്ന ഉമ്മയാണ്. ഉമ്മാൻ്റെ പതിവ് അങ്ങനെ. പക്ഷെ അതിനൊന്നും താമസം ഉണ്ടായില്ല. ഞാൻ പുറത്തുപോയി വരുമ്പോഴേക്ക് പെട്ടെന്നാണ് ഉമ്മാൻ്റെ മരണം നടന്നത്. എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ ഉമ്മാക്ക് ആ സമയത്തൊരു അവസരം കിട്ടിയിരുന്നെങ്കിൽ, സാവകാശമായിരുന്നെങ്കിൽ ഉമ്മ നേർച്ച ചെയ്യുമായിരുന്നു, സ്വതക്ക ചെയ്യുമായിരുന്നത് ഉമ്മാൻ്റെ ഒരു പതിവാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലെ, എനിക്കും ഉമ്മാൻ്റെ പേരിൽ സ്വതക്ക കൊടുക്കണം. ഞാൻ അങ്ങനെ സ്വതക്ക കൊടുത്താൽ അതിൻ്റെ മാതാവിന് എത്തുമോ? എത്തും. നഅം, കിട്ടും. മാതാവിന് കിട്ടും. കിട്ടൂല എന്നൊക്കെ പറഞ്ഞ് വെറുതെ പറച്ചിൽ പറയണം. കൊടുക്കാൻ വേണ്ടിയിട്ടായിട്ടാണ്, വേറെ ഒന്നും കരുതണ്ട. കിട്ടും. കൊടുക്കാൻ വേണ്ടിയുള്ളത് പിന്നെന്താ പറയേണ്ടത്? കൊടുക്കാൻ വേണ്ടിയുള്ളവർ പറയാണ്. കാരണം നിങ്ങൾ നോക്ക്, ചിലവ് എത്ര ഉണ്ട്. നമ്മൾ സുന്നികളാകുമ്പോൾ നമുക്കൊരു 3, പിന്നെ ഒരു 7, പിന്നെ ഒരു 14, പിന്നെ 40, പിന്നെ ഇങ്ങനെ ചിലവല്ലേ. അപ്പം ഇതൊന്നുമില്ലല്ലോ. ആദ്യം തന്നെ ഇല്ലാന്ന് പറഞ്ഞാൽ പിന്നെ യാതൊരു പ്രശ്നം വരുന്നില്ല. ഒരാണ്ടും ആണ്ടർത്തി ഒന്നും വരുന്നില്ല. എത്ര സുഖമുണ്ട്. അതുകൊണ്ടാണ് അതൊന്നും കിട്ടൂല എന്ന് ഞാൻ പറയുന്നത്. അല്ല, കിട്ടായിട്ടല്ല. കിട്ടായിട്ടാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എത്തുമെന്ന് പറയും. ഉമ്മാക്ക് കൂലി കിട്ടുമെന്ന് വെച്ചാൽ കിട്ടും. ഫഹഫറ ബിറൻ, ഏറ്റവും നല്ലത് ഏതാണെന്ന് വെച്ചപ്പോൾ വെള്ളമാണ് തങ്ങൾ പറഞ്ഞപ്പോൾ ഒരു കിണർ കുഴിച്ചു മദീനയിൽ. ആ കിണറിൽ നിന്ന് എത്ര ലക്ഷം ആളുകൾ വെള്ളം കുടിച്ചു. മൃഗങ്ങൾക്ക് കുടിപ്പിച്ചു, അവർ കുളിച്ചു, യാത്രക്കാർ കോരിക്കൊണ്ടുപോയി. ചിലരൊക്കെ അതിൽ പോകുമ്പോൾ
ചൂട് കാരണം വെള്ളമെടുത്ത് തലയിൽ ഇങ്ങനെ ഒഴിച്ച് തണുപ്പ് കൊണ്ട് കുറെ നേരം അവിടെ വിശ്രമിച്ചു. ഇതെല്ലാം ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മാക്ക് ചെയ്ത വലിയൊരു ഹദിയയാണ്. അപ്പോ നരകക്കാര് നാളെ സ്വർഗക്കാരോട് ചോദിക്കുന്നത് വെള്ളമാണ്. കാരണം നരകത്തിൽ അവർക്ക് കിട്ടുന്ന വെള്ളം ഹമീം, ചൂടുള്ള വെള്ളമാണ്. ഏതാണ് ആ ചൂട്? നരകത്തിന്റെ ചൂട് നമ്മളൊന്ന് കണക്ക് കൂട്ടണം. ഇവിടെയുള്ള ചൂടിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാറുക്കും ജുസ്ഉം മിൻ സബഈന മിൻ നാരി ജഹന്നം. നിങ്ങൾ കത്തിക്കുന്ന തീയില്ലേ, ദുനിയാവിലെ തീ, അത് നരകത്തിന്റെ 70-1. ബാക്കി 69 കൂടി ഇവിടെയുള്ള ചൂടിന്റെ ഡിഗ്രിയോടുകൂടെ കൂട്ടണം. ഇവിടെ ചൂട് ഏറ്റവും ഓവറായി കൂടിയാൽ എത്ര പാരമ്യതയിലെത്തുമോ അതിനോടൊപ്പം ഒരു 69% കൂടി കൂട്ടണം. ഏറ്റവും ചൂടുള്ള വെള്ളം തന്നാൽ ഇവിടെ കുടിക്കാൻ ആർക്കെങ്കിലും നാവുണ്ടോ? പിടിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? അതിൻ്റെ ആവി വന്നാൽ ആരെങ്കിലും അത് നാവിലേക്ക്, ചുണ്ടിലേക്ക് വെക്കുമോ? ഇല്ല. ഒരു സാധാരണ ചായ പോലും കൂടുതൽ ചൂടാണെങ്കിൽ അപ്പുറത്തൊരു ഫ്രീ ക്ലാസ് വേറെ ഉണ്ടാകും. അതിലൊന്ന് ആറ്റി കുടിക്കാനാണ്, ഒഴിച്ചു കുടിക്കാനാണ്, ഒരു തണുപ്പ് ചെറിയ രൂപത്തിലെങ്കിലും കിട്ടാനാണ്. പിടിക്കാനാകൂല ചൂട് കൂടുതലാണെങ്കിൽ, എന്നിട്ടല്ലേ കുടിക്കൽ. എന്നാൽ ഇവിടത്തതിനേക്കാളും ഒരു 69 ഡിഗ്രി കൂടി കൂട്ടുമ്പോ എത്രമാത്രം ശതമാനം ചൂട് കൂടുതലുണ്ട്. ആ വെള്ളമങ്ങ് കിട്ടുമ്പോഴേക്ക് വസുഖൂ മഅൻ ഹമീമാ ഫഖത്തഅ അംഅഅഹും. സൂറത്തു മുഹമ്മദിലൂടെ അല്ലാഹു പഠിപ്പിച്ചത് എങ്ങനെയാണ്? ചൂടുള്ള വെള്ളം കുടിപ്പിക്കാൻ കൊടുക്കും. ഫഖത്തഅ അംഅഅഹും, അവരുടെ കുടൽമാലകളെ അത് കഷ്ണം കഷ്ണമായി കഷ്ണിക്കും. ഒരു ചെറിയ തുള്ളി വെള്ളം താഴോട്ട് പോകുമ്പോഴേക്ക് എല്ലാം അറ്റ് പോകും. നമ്മുടെ വയറ്റിന്റെ ഉള്ളിൽ അല്ലാഹു തആല സജ്ജീകരിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വയറിങ്, ഈ പള്ളന്റെ ഉള്ളിൽ ഒന്ന് ഇവിടക്കൊന്ന് ഒന്ന് ശരിക്കും തുറന്നു നോക്കി കണ്ടാൽ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹ് തീരൂല. അത്രമാത്രം വലിയ സംവിധാനങ്ങളാണ് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്. റൂട്ടുകൾ എത്ര വലിയ റൂട്ടാണ്! ഞരമ്പുകളും കെണുപ്പുകളും പ്രത്യേക സഞ്ചികളും പ്രത്യേക കൊയലുകളും പ്രത്യേക പാത്രങ്ങളൊക്കെ അല്ലാഹു തആല സജ്ജീകരിച്ച് വെച്ചിരിക്കുന്നത്. ഒന്നെങ്ങാനും ഒന്നിലേക്ക് അമർന്നു പോയാലോ തൊട്ടുപോയാലോ വലിയ പ്രശ്നമാണ്. ഒന്നൊന്നിൻ്റെ മേലെ അമർത്തിപ്പോയാൽ അതും പ്രശ്നമാണ്. പക്ഷെ അങ്ങനെയൊന്നും വരാതെ ഈ ചെറിയ നമ്മുടെ ഈ ശരീരത്തിൽ എത്രമാത്രം വലിയ ഫിറ്റിങ്സുകളാണ് നടത്തിയിരിക്കുന്നത്. ഞങ്ങൾ മുമ്പൊരിക്കൽ എക്സിബിഷൻ പോയി, മെഡിക്കൽ കോളേജിൽ ഹെൽത്ത് എക്സിബിഷൻ ഉണ്ടായിരുന്നു, ആരോഗ്യ എക്സിബിഷൻ. ഇതിൽ കുറേയൊക്കെ ഞങ്ങൾ ഡോക്ടർമാരെ പറഞ്ഞ് തിരുത്തേണ്ടി വന്നു ഇവിടുന്ന്. കാരണം ചില വിഷയങ്ങളൊന്നും നമുക്ക് യോജിക്കാത്തതുകൊണ്ട് കുറച്ചു നേരം അവരോട് അങ്ങനെ തർക്കിക്കേണ്ടി വന്നു. ഞങ്ങളന്ന് പഠിക്കുന്ന കാലം സ്റ്റുഡൻസിന് പകുതി ഫീസേ ഉള്ളൂ, അല്ലാത്തവർക്കൊക്കെ 500 കൊടുക്കണം. ഞങ്ങൾക്ക് 200 ഉള്ളൂ. സ്റ്റുഡൻസ് കാർഡ് കാണിച്ചു കൊടുക്കണം. അപ്പം ഞങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങൾ കുറേ ആൾക്കാരുണ്ട്, മുത്തഅല്ലിമീങ്ങൾ. ഞങ്ങൾ പോയി ലാസ്റ്റ് ഘട്ടത്തിൽ അവിടെ ഒരു ഡെഡ് ബോഡി ഉണ്ട്. അത് കണ്ടപ്പോഴാണ് ആകെ അജബായത്. അപ്പോഴാണ് ശരിക്കും ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം നേർക്ക് നേരെ കാണുന്നത്. നമ്മുടെ ഉള്ളിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ? അതല്ലേ അല്ലാഹു വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങളെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അല്ലാഹു തആല ചോദിച്ചത് വെറുതെ ചോദിച്ചതല്ല. നിങ്ങളെ ശരീരത്തിൻ്റെ ഉള്ളറകളെ പറ്റി നിങ്ങൾ നോക്കിയിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ? ശരീരശാസ്ത്രം പഠിക്കുന്നൊരു കുട്ടി എത്രമാത്രം വലിയ പഠനമാണ്, പഠിച്ചാൽ തീരൂല. ശരീരശാസ്ത്രം പഠിക്കുന്നൊരു കുട്ടി ഒരുപാട് പഠിക്കാനുണ്ട്. എത്ര കണുപ്പുകളെ പറ്റി പഠിക്കണം, ആ കണുപ്പുകൾക്ക് എത്ര ധർമ്മമുണ്ട്, അതിന് ബ്ലോക്ക് വരുന്നത് എങ്ങനെയുണ്ട്, എത്ര മർമ്മങ്ങളുണ്ട്, ആ മർമ്മങ്ങളിൽ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഷോക്കേൽക്കുന്ന മർമ്മം എത്രയുണ്ട്, ഇങ്ങനെ തുടങ്ങി ഒരു ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അള്ളാഹു വെച്ചിരിക്കുന്ന മഹാവിസ്മയങ്ങൾ നോക്കിയാൽ അജബൻ അജബാ, റബ്ബിന് തസ്ബീഹ് ചൊല്ലിയാൽ എത്രയും മതിയാകൂല. ആ ഡെഡ് ബോഡി ഇങ്ങനെ അങ്ങോട്ട് തുറന്നു തന്നു. മുകളിലുള്ള ഈ കവറ് തുറന്നു തന്നപ്പോഴല്ലേ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ ആ ഡോക്ടർ വിശദീകരിച്ചു തന്നു. ഇതാണ് ആ വൃക്ക എന്ന് പറയുന്നത്, ഇവിടെയാണ് പ്രധാനപ്പെട്ട കേന്ദ്രം, ഇവിടെയാണ് പിന്നെ പിത്തസഞ്ചി, ഇവിടെയാണ് മൂത്രസഞ്ചി, ഇവിടെയാണ് കുടൽ, ഇവിടെയാണ് ഇത് ഓരോന്നിങ്ങനെ വിവരിച്ചു തന്നപ്പോൾ
ഒരു ചെറിയ ശരീരത്തിൻ്റെ ഉള്ളിൽ അല്ലാഹു തആല എത്ര സംവിധാനങ്ങളാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം അങ്ങനെ വിശദീകരിച്ചൊന്നു, ബ്ലോക്ക് വരുന്നത് ഇവിടെയാണ് വലിയ പ്രശ്നം വരുന്നത്. ആദ്യം ക്യാൻസറിൻ്റെ ശാഖ ബാധിക്കുന്നത് ഉൾഭാഗത്ത് ഇവിടെയാണ്. ഇതൊക്കെ വിശദീകരിച്ചു തരുമ്പോൾ സഹോദരന്മാരെ, നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളറകൾ, അതുകൊണ്ടാണ് നിങ്ങൾ നോക്ക്, ഖുർആൻ ചൂടുള്ള വെള്ളം കുടിച്ചപ്പോൾ പറഞ്ഞു ഫഖത്തഅ അംഅഅഹും. ചൂടുവെള്ളത്തെക്കുറിച്ച് പറയാം, കുടിക്കേണ്ടത് പച്ചവെള്ളമാണ്. നമ്മളൊക്കെ കുടിക്കേണ്ടത്, കുടിച്ച് ശീലിക്കേണ്ടതേ ചൂടുവെള്ളമല്ല, പച്ചവെള്ളമാണ് അല്ലേ? ഏത് ഡോക്ടർമാരോടും ചോദിച്ചു നോക്കി നിങ്ങൾ, അവർ പറയും, ശരിക്കത് പറയും, നല്ല ക്ലിയറായ പച്ചവെള്ളം, കിണറ്റിൽ നിന്ന് നാം മുക്കുന്ന പച്ചവെള്ളം, കേടൊന്നും ഉണ്ടാവില്ല. ചിലർക്ക് ചില കാലാവസ്ഥ കൊണ്ട് പറ്റൂല എന്നേ ഉള്ളൂ. പക്ഷെ ശരീരത്തിന് കൂടുതൽ ആരോഗ്യം. ദുആകളിലൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, എന്ത്? അല്ലാഹുവേ, നിന്നോടും നിന്റെ ഹബീബിനോടുള്ള ഹുബ്ബ് തണുത്ത വെള്ളത്തിനേക്കാളും കൂടുതൽ ഹുബ്ബാക്കി തരണം. ചൂടുവെള്ളത്തിനേക്കാൾ ഹുബ്ബ് എന്ന് പറയില്ലല്ലോ. ചൂടുവെള്ളത്തിൻ്റെ ഒരു പേരും ഹമീമ് തന്നെയാണ്. അപ്പോൾ ആ പേരും നോക്കിയിട്ട് നല്ലത് അത് കുടിക്കാതിരിക്കലാണ്. ഇനി കുടിച്ച് ഹലാക്കായ ആൾക്കാർ മുഴുവൻ മാറ്റിയിട്ട് വിഷമമുണ്ടെങ്കിൽ എന്നോട് പറയരുത് കേട്ടോ, തണുപ്പിച്ച് കുടിച്ചാൽ മതി. തണുത്ത വെള്ളമാണ് നല്ലത്, ആരോഗ്യത്തിന് എപ്പോഴും നല്ലത്. അങ്ങനെയാണ് ഇരിക്കട്ടെ. ഈ ചൂടുവെള്ളം അത് കുടിക്കുമ്പോഴേക്ക് കഷ്ണിക്കുന്നു, അഥവാ ഉള്ളിലേക്ക് ചേരുമ്പോഴേക്ക് ഇവിടെ തുടക്കഭാഗം കൊയൽ പൊട്ടിപ്പോയി, തായോട്ട് പോകുമ്പോഴേക്ക് ഓരോ ഭാഗവും ഇങ്ങനെ പൊട്ടി 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 കണക്ഷൻ അറ്റുപോയി, കുടൽമാലകൾ തീരെ ഇല്ലാതെയായിപ്പോയി, എല്ലാ കണക്ഷനും വിട്ടു. പിന്നെയും അല്ലാഹു തആല അത് പുനർജീവിപ്പിക്കുന്നു, പുനർനിർമ്മിക്കുന്നു. ശരീരം വെള്ളം കുടിച്ചിട്ട് ഉരുകി ഉരുകി തീർന്നു പോയാലും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. നരകക്കാരുടെ തൊലികൾ മുഴുവനും, എത്ര കട്ടിയും കനവുമുള്ള തൊലികൾ, ചൂടുകൊണ്ട് പഴുത്ത് പഴുത്ത് പൊസ്ത് കഷ്ണങ്ങളൊക്കെ വീണാലും തീരൂല സഹോദരങ്ങളെ. ബദ്ദൽനാഹും ജുലൂദൻ, പുതിയ തൊലികൾ നാം അവർക്ക് പകരം കൊടുക്കും. എന്തിന്? ലിയദൂഖുൽ അദാബ്, ശിക്ഷ ആസ്വദിക്കാൻ വേണ്ടി, നന്നായി രുചിച്ചോട്ടെ, രുചിക്കാൻ വേണ്ടി ശരീരങ്ങൾ വീണ്ടും പുതുക്കി കൊടുക്കും, പിന്നെയും പുതുക്കി കൊടുക്കും, പിന്നെയും പുതുക്കി കൊടുക്കും. ഇന്നല്ലാഹ കാന അസീസൻ ഹകീമാ. റബ്ബദിന് കഴിവും യുക്തിയും യോഗ്യതയുമുള്ള ആളാണ്. ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്വരി റളിയല്ലാഹു അൻഹു നരകത്തിന്റെ വെള്ളം ചിന്തിച്ച്, നരകത്തിന്റെ ഓരോ ഗതികൾ ചിന്തിച്ച് ഭക്ഷണം നിർത്തിയവരുണ്ട്, ഉറക്കം അവസാനിപ്പിച്ചവരുണ്ട്, വിശ്രമം നിർത്തിയവരുണ്ട്, സദാ ആക്റ്റീവായി അമലുമായി ബന്ധപ്പെട്ടവരുണ്ട്, പുറത്തിറങ്ങാതെ വീടിൻ്റെ ഉള്ളിൽ തന്നെ പേടിയോടെ കഴിഞ്ഞവരുണ്ട്. അതൊക്കെ കൂടി ഞാൻ പറയുന്നില്ല, ഒന്ന് പറയട്ടെ. ഇമാം ഹസനുൽ ബസ്വരി റളിയല്ലാഹു അൻഹു വലിയ ഭാഗ്യം കിട്ടിയ മഹാനാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിയെ ഇന്നലെ നാം പറഞ്ഞല്ലോ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. ഉമ്മു സലമ ബീവിയുടെ മുലപ്പാല് കുടിക്കാൻ ഭാഗ്യം കിട്ടിയ മഹാനാണ് ഹസനുൽ ബസ്വരി റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് അള്ളാഹു അത്രയും വലിയ ഇൽമിലേക്ക് ഉയർത്തിയത്. ഹസൻ ബസ്രി തങ്ങളുടെ ഇൽമ്, അവിടുത്തെ തഫ്സീർ എത്രമാത്രം വലുതാണ്. കാരണം ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ ഉമ്മു സലമ ബീവിയുടെ വീട്ടിലെ വേലക്കാരിയായിരുന്നു. അപ്പം അന്ന് ചെറിയ കുട്ടിയാണ് ഹസൻ ബസ്രി തങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തല്ല, തങ്ങളുടെ കാലശേഷം ജനിച്ചതാണ്. അപ്പോൾ ഈ കുട്ടി ചെറിയ കുട്ടിയായി നിൽക്കുമ്പോഴും ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹക്കും ഉണ്ട് മുല കുടിക്കുന്ന ചെറിയ കുട്ടികളുണ്ട്, ചെറിയ പ്രായമുള്ള കുട്ടികളുണ്ട്. അപ്പോൾ ആ കുട്ടി ഹസൻ ബസ്രി എന്ന് പറയുന്ന ഈ കുട്ടി ആ വീട്ടിൽ ഉമ്മ തൊഴിലിന് പോകുമ്പോൾ, വേലക്ക് പോകുമ്പോൾ കൂടെ കൊണ്ടുപോകും. പുറത്തേക്ക് ഉമ്മ വല്ല വിഷയത്തിന് പോകുമ്പോൾ ഈ കുട്ടി കരഞ്ഞാൽ നമ്മുടെ ഉമ്മയായ, ലോകമൂമിനീങ്ങളുടെ ഉമ്മയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ കുട്ടിയെ എടുക്കുന്നു, താലോലിക്കുന്നു, മുലയൂട്ടുന്നു. അതിൻ്റെ അനുഗ്രഹം കാരണം വളരെ വലിയ ഇൽമ് അല്ലാഹു നൽകിയ മഹാനാണ്. ആ ഹസൻ ബസ്രി തങ്ങൾ തണുത്ത വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. തണുത്ത വെള്ളം കയ്യിൽ കിട്ടിയതും മഹാനവറുകൾ ബോധരഹിതനായി വീണു. വെള്ളപ്പാത്രം നിലത്ത് വീണു, അത് ഉടഞ്ഞുപോയി, വെള്ളം തെറിച്ചുപോയി. ബോധം തെളിഞ്ഞപ്പോൾ ചോദിച്ചു, മാലക്കയ അബാ സഈദ്,
അബൂ സയ്യിദ് എന്ന് വിളിക്കുന്ന ഹസനുൽ ബസ്രി തങ്ങളെ എന്തുപറ്റി? മഹാൻ പറഞ്ഞു, ഒന്നുമല്ല, തണുത്ത വെള്ളം കയ്യിൽ കിട്ടിയപ്പോൾ നരകക്കാരുടെ ആഗ്രഹം ഞാൻ ഓർത്തുപോയി. നരകക്കാര് സ്വർഗക്കാരോട് പറയുമ്പോൾ അവരെ താല്പര്യം എത്ര വലുതാണ്. അൻ അഫീലു അലൈനാ മിനൽ മാഇ ഔ മിമ്മാ റസഖകുമുല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ വല്ലതും ഞങ്ങൾക്ക് ചൊരിച്ചു തരുമോ? അതല്ല, നിങ്ങൾക്ക് അല്ലാഹു തന്ന വെള്ളത്തിൽ നിന്ന് അല്പം തരുമോ? വെള്ളം തരുമോ എന്ന് ചോദിക്കുമ്പോ ഇല്ല എന്നല്ലേ പറയുന്നത്. നരകക്കാരുടെ ആ ചോദ്യം എൻ്റെ മനസ്സിലേക്ക് വന്നപ്പോ എനിക്ക് അബോധാവസ്ഥ വന്നുപോയി. എത്രമാത്രം വലിയ പേടിയാണ്. നരകക്കാരുടെ ചോദ്യം ആലോചിച്ച് വെള്ളം കുടിക്കാതെ മഹാനവറുകൾ വീണുപോയെങ്കിൽ, സഹോദരന്മാരെ സഹോദരിമാരെ, നരകത്തെക്കുറിച്ച് നല്ല ബോധ്യം വേണം, നല്ല ചിന്ത വേണം. ഏത് കളിയും ഏത് തമാശയും അവസാനിപ്പിക്കുന്ന വലിയൊരു ചിന്തയാണ് നരകത്തിന്റെ ചിന്ത. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നരകത്തിന്റെ ചിത്രങ്ങളൊക്കെ പറഞ്ഞ് ആ നരകത്തിന്റെ വിഷയങ്ങളൊക്കെ പഠിപ്പിച്ച് സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുമ്പോ നരകം താങ്ങാൻ കഴിയാതെ, നരകത്തിന്റെ വിഷയങ്ങൾ പൂർണ്ണമായി കേൾക്കാൻ കഴിയാതെ മരണപ്പെട്ടു പോയവരുണ്ട്. സുബ്ഹാനല്ലാഹ്, ഫീ സമൂമിൻ വഹമീം. നരകത്തിന്റെ കാറ്റ്, നരകത്തിന്റെ വിഷക്കാറ്റ്, നരകത്തിലെ ചൂടുള്ള ജലം, വളില്ലിൻ മിൻ യഹ്മൂം, കരിമ്പുകയാലുള്ള തണലാണ് അവിടെയുള്ള തണല്. ആ തണല് സാധാ തണലല്ല. മറ്റൊരു സൂറത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ഇൻതലിഖൂ ഇലാ ളില്ലിൻ ദീ സലാസി ശുഅബിൻ. നരകക്കാരോട് പറയാണ്, നരകക്കാരെ നിങ്ങൾ പോവുക, ഇലാ ളില്ലിൻ ദീ സലാസി ശുഅബിൻ, 3 ശാഖകളായി വേർപിരിയുന്ന തണലിലേക്ക് നിങ്ങൾ കടന്നുകൊള്ളുക. ലാ ളലീൽ, അത് യഥാർത്ഥ തണലല്ല. വലാ യുഗ്നി മിനൽ ലഹബ്, തീജ്വാലയിൽ നിന്ന് സുരക്ഷിതത്വം മേകുന്ന സുഖകരമായ തണലും അല്ല. ഇന്നഹാ തർമീ ബിശററിൻ കൽ ഖസ്ർ, ആ നരകം പുറത്തേക്ക് വലിച്ചെറിയുന്നുണ്ട്. ബിശററിൻ, തീപ്പൊരികളെ, കൽ ഖസ്രി, കൊട്ടാര സമാനമായ തീപ്പൊരി. ഇവിടെ പൊരി പൊന്തി വീണാൽ അത് കെട്ടുപോയി, പിന്നെ അതിന് ചൂടില്ല. നരകത്തിന്റെ തീപ്പൊരി അങ്ങനെയല്ല. കൊട്ടാരത്തിന്റെ വലുപ്പമുണ്ടൊരു പൊരിക്ക്. എത്രമാത്രം വലിയ തീപ്പൊരിയാണ്. കഅന്നഹു ജിമാലത്തുൻ സുഫുർ, മഞ്ഞ നിറത്തിലുള്ള ഒട്ടകത്തെ പോലെ ആ പൊരി എല്ലാവർക്കും കാണാൻ പറ്റുന്ന തീപ്പൊരിയാണ്. അതേ, ആ രൂപത്തിൽ മുകളിലേക്ക് എത്ര പൊങ്ങി തായോട്ട് വന്നാലും അതിന്റെ ചൂടിന് ശമനം ഇല്ല. കരിമ്പുകയാണ്. അവർ പോയി നിൽക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്നത് അങ്ങനെയാണ്. ലാ ബാരിദിൻ വലാ കരീം, സാധാരണ തണൽ ഉപയോഗിക്കുന്നത് തണുപ്പ് കിട്ടാനും ചൂടിൽ നിന്ന് രക്ഷ കിട്ടാനുമല്ലേ. ഇവിടെ ആശ്വാസമില്ല, അതേ തണുപ്പും ഇല്ല. സുബ്ഹാനല്ലാഹ്, ഇത് പറഞ്ഞിട്ടല്ലേ അള്ളാഹു കാരണം പറയുന്നത്. റബ്ബ് തആല എത്ര വലിയ ഹക്കീമാണ്. നോക്ക് നിങ്ങൾ, നേരത്തെ സ്വർഗക്കാർക്കുള്ള സുഖങ്ങളൊക്കെ എണ്ണിയപ്പോ അല്ലാഹു തആല സ്വർഗക്കാർക്ക് ഇത്ര സുഖം നൽകാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. അസ്ഹാബുൽ യമീൻ്റെതല്ലേ ഇന്നലെ നാം എണ്ണിയത്. ഒക്കെ എണ്ണീറ്റ് അല്ലാഹു തആല ലാസ്റ്റ് അവസാനം ഇത് അസ്ഹാബുൽ യമീന് കിട്ടുന്നതാണൊക്കെ പറഞ്ഞു. എന്തേ കാരണമെന്ന് പറഞ്ഞില്ല. ഇവിടെ നരകക്കാരുടേത് പറയുമ്പോൾ അല്ലാഹു കാരണം പറയുന്നുണ്ട്. കാരണം എന്താണ്? ശിക്ഷ അല്ലാഹുവിന്റെ നീതിയാണ്, സവാബ് അല്ലാഹുവിന്റെ ഫളലാണ്, പ്രതിഫലം കൊടുക്കുന്നത് റബ്ബിന്റെ ഔദാര്യമാണ്. അതിന് പ്രത്യേകം കാരണം എത്ര പറഞ്ഞാലും കാരണമാകില്ല. ശിക്ഷ എങ്ങനെയല്ല, അത് റബ്ബിന്റെ നീതിയാണ്. നീതി അല്ലാഹു തആല ബോധ്യപ്പെടുത്തണമല്ലോ. അതിനല്ലേ അല്ലാഹു തആല കാരണം പറയുന്നത്. ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുത്രഫീൻ, ഈ നരകക്കാരിതിനു മുമ്പ് സുഖിയന്മാരായിരുന്നു. അവരതാ നന്നായി അടിച്ചു പൊളിച്ച് ജീവിക്കുന്നവരായിരുന്നു.
അപ്പൊ ഒരു ചോദ്യമുണ്ടവിടെ, നരകത്തിൽ കിടക്കുന്ന എല്ലാവരും സുഖിയന്മാരാണോ? അവരെ കൂട്ടത്തിലും സാധുക്കളില്ലേ? ഇവിടെ സുഖം എന്ന് പറയുന്നത് ദുനിയാവിൽ നല്ല സുഖം വേണല്ലോ. മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, ഇവിടെ അല്ലാഹു തആല പറയുന്ന സുഖം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റബ്ബിന്റെ അനുഗ്രഹങ്ങൾക്കൊന്നും നന്ദി ചെയ്യാതെ തെറ്റുകുറ്റങ്ങളിൽ അവർ മുഴുകി ജീവിച്ചു എന്ന സുഖമാണ്. സമ്പത്ത് കൂടുതൽ ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ, റബ്ബ് ചെയ്ത അനുഗ്രഹങ്ങൾക്കൊന്നും നന്ദി ചെയ്യാതെ, കാരണം സൃഷ്ടിച്ചു എന്നത് റബ്ബ് ചെയ്തൊരു അനുഗ്രഹമാണ്, ഭക്ഷണം കൊടുത്തു എന്നുള്ളത് മറ്റൊരു അനുഗ്രഹമാണ്, ആവശ്യമായതൊക്കെ കൊടുത്തു എന്നുള്ളത് അനുഗ്രഹമാണ്. ഈ അനുഗ്രഹങ്ങൾക്കൊന്നും നന്ദി ചെയ്യാതെ മനുഷ്യൻ റബ്ബിനെ വിശ്വസിക്കാതെ അവന് ഇബാദത്ത് ചെയ്യാതെ സുഖലോലുപനായി നടന്നു. വകാനൂ യുസിറൂന അലൽ ഹിൻസിൽ അദീം. ഒരു മഹാസത്യം, ഒരു വലിയ സത്യം, അഥവാ ഹിൻസുൽ അദീം എന്ന വാക്കിന് ശിർക്ക്, ഒരു മഹാകുറ്റം, അതവർ ചെയ്തങ്ങനെ ദായിമായി നിന്നു. വർഷാവർഷം അതിന് കൊഴുപ്പ് കൂട്ടി. ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ അവർക്കേറെ മനസ്സിലാക്കാനൊക്കെ ഉണ്ട്. അതിന് മാത്രം ബുദ്ധിയൊന്നും ഇല്ല എന്നൊക്കെ വെറുതെ പറയാം. ബുദ്ധിയൊക്കെ ഉണ്ട്, മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുള്ള നല്ല ബുദ്ധിയുണ്ട്. എന്തിനാണ് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത് എന്ന് ചിന്തിക്കാൻ അവർക്ക് കഴിവൊക്കെ ഉണ്ട്. അങ്ങനെ ചിന്തിച്ചത് കൊണ്ടല്ലേ പലരും മാറിയത്. അസ്ഹാബുൽ കഹ്ഫ് ആരാണ്? അസ്ഹാബുൽ കഹ്ഫ് അവരുടെ ബുദ്ധി കൊണ്ട് അവർ ചിന്തിച്ചിട്ട് ബാപ്പമാരും മുപ്പാപ്പമാരും ചെയ്യുന്ന ഷിർക്കിനെ അവർ എതിർത്തിട്ടല്ലേ മാറി നിന്നത്. ചെറുപ്പക്കാർ താടിയും മീശയും മുളച്ച് വരാൻ പ്രായമാകുന്നേയുള്ളൂ, കണ്ടാൽ നല്ല ചൊറുക്കുള്ള ചെറുപ്പക്കാർ മാറി നിന്നത്. ആരാധനാവേളയിലാണ്, ആഘോഷവേളയിലാണ് അവർ മാറി നിന്നത്. ഒരാളൊരു ഭാഗത്തേക്ക് ഇങ്ങനെ മാറി നിന്നു, ഒറ്റക്ക് ഇങ്ങനെ നിന്നപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരാൾ വന്നു. എന്താ നിങ്ങളിങ്ങനെ നിൽക്കുന്നത്? ഞാനിങ്ങനെ ചിന്തിച്ചിട്ട് ഇതിലൊന്നും ഒരു കഥയില്ല, ഒരു അർത്ഥമില്ല. അപ്പം അയാൾ പറയുന്നു ഞാനും അതന്നെ മാറി നിൽക്കുന്നത്. അങ്ങനെ വന്ന് അങ്ങനെ 7 ആളായി മാറി. അങ്ങനെയാണ് പിന്നെ അവർ ആ വിഷയത്തെപ്പറ്റി കൂടുതൽ ചിന്തിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മനസ്സിനെ യോജിപ്പിക്കുകയും ഇണക്കിക്കൊടുക്കുകയും വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലു റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്. അവർ തീർച്ചപ്പെടുത്തി അള്ളാഹുവിന്റെ വിശ്വാസം പ്രഖ്യാപിച്ചപ്പോൾ അവരെ മനസ്സിന് അള്ളാഹു നല്ല കെട്ടുറപ്പ് നൽകി. ചെറുപ്പക്കാരാണെങ്കിലും പതറിപ്പോകാത്ത വിധം അല്ലാഹു തആല അവർക്ക് ധൈര്യം നൽകി. അവർ ശരിക്കെന്നെ പറഞ്ഞല്ലോ രാജാവിന്റെ മുന്നിൽ വെച്ച്, റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശതതാ. നമ്മൾ ഒരിക്കലും മറ്റൊരു ഇലാഹിനെ ആരാധിക്കാനില്ല. അങ്ങനെ നാം പറയുകയാണെങ്കിൽ ഏറ്റവും വളരെ വൃത്തികെട്ട വ്യാജമായൊരു വാക്കായിരിക്കും ഞങ്ങൾ ആ പറയുന്നത്. ഞങ്ങൾ അതിനില്ല. റബ്ബ് അള്ളാഹുവാണെന്ന് അവർ പ്രഖ്യാപിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അല്ലാഹു തആല അവർക്ക് നൽകിയ ആ ബുദ്ധിയിൽ അവർ നന്നായി ചിന്തിച്ചു, ശരിക്കും ഉൾക്കൊണ്ടു. ഈ ഉൾക്കൊള്ളാനുള്ള ബുദ്ധിയും ശക്തിയും അല്ലാഹു എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുത്രഫീൻ. അവരങ്ങനെ സുഖിച്ച് അഹങ്കാരികളായി നടന്നു. അതേ മക്കക്കാർക്ക് ബോധ്യപ്പെട്ടിട്ടില്ലേ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന തൗഹീദ് ശരിയാണെന്ന് ബോധ്യപ്പെട്ടിട്ടില്ലേ? എത്ര ദൃഷ്ടാന്തങ്ങളാ നബി തങ്ങൾ കാണിച്ചു കൊടുത്തത്, എത്ര വിഷയങ്ങളാ കാണിച്ചു കൊടുത്തത്. അബൂജഹൽ എണ്ണി ചോദിച്ച ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തില്ലേ? അന്ന് മക്കയിൽ നടന്ന ദൃഷ്ടാന്തം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളും അതിന്റെ പ്രതിധ്വനി മുഴങ്ങിയില്ലേ? അതിൽപ്പെട്ട ഒന്നല്ലേ ഇൻഷിഖാഖുൽ ഖമർ, ചന്ദ്രൻ പിളർപ്പായി നിന്നത്. നമ്മുടെ മലബാറിൽ നിന്നുള്ളവർ വരെ അത് ദർശിച്ചില്ലേ? എന്നിട്ടും അബൂജഹലിന് ബോധ്യമായോ? എന്തേ കാരണം? ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുത്രഫീൻ വകാനൂ യുസിറൂന അലൽ ഹിൻസിൽ അദീം. അരുതായ്മകളെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് അവർ പിന്മാറിയോ? ഇല്ല. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അവിടുത്തെ ജനതയ്ക്ക് ശരിക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് അവരുടെ മനസ്സുകൊണ്ടുള്ള വിഷയം തൊള്ള കൊണ്ട് ഇബ്രാഹിം നബി പറയിപ്പിച്ചില്ലേ? എന്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരെ കൊണ്ട് പറയിപ്പിച്ചത്? ഇബ്രാഹിം നബിയോട് അവർ പറഞ്ഞു, ലഖദ് അലിംത മാ ഹഉലാഇ യന്തിഖൂൻ. ഇബ്രാഹിം നബി ചോദിച്ചില്ല, നിങ്ങൾ അവരോടൊന്ന് ചോദിച്ചു നോക്കി ആരായി പണി ചെയ്തത്? ഫസ്അലൂഹും ഇൻ കാനൂ യന്തിഖൂൻ.
ചോദിക്കൂ അവരോട്, ആരാണിത് ചെയ്തതെന്ന് ചോദിക്കൂ. അപ്പൊ ആ ജനങ്ങൾ പറഞ്ഞില്ലേ, ഇബ്രാഹിമേ നിനക്കറിയില്ലേ മാഹാ ഉല എന്തിക്കൂൻ, ഇവർക്ക് സംസാരിക്കാനൊന്നും കഴിവില്ല. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, അഫതഅബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉകും ശൈഅൻ വലാ യളുറുകും ഉഫില്ലകും വലിമാ തഅബുദൂന മിൻ ദൂനില്ലാഹി അഫലാ തഅഖിലൂൻ. ഇപ്പറഞ്ഞ ബുദ്ധി കൊണ്ട് നിങ്ങൾക്കൊന്ന് ചിന്തിച്ചുകൂടെ? നിങ്ങൾ ആരാധിക്ക്, നിങ്ങൾക്കൊരു ഉപകാരം ചെയ്യൂല, ഒരു ഉപദ്രവവും ചെയ്യൂല. ഇതവരെ മനസ്സിൽ ശരിക്ക് സമ്മതിപ്പിച്ച് അവരെ കൊണ്ട് തുറന്ന് പറയിപ്പിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ദൗത്യമാണ്. ഓരോ നബിമാരും അങ്ങനെ നിർവഹിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിക്കാൻ പറഞ്ഞില്ലേ? ഒരുപാട് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ദൃഷ്ടാന്തങ്ങൾ എണ്ണി നൽകിയിട്ടുണ്ട്. എന്തെങ്കിലും കഴിവുകളുണ്ടോ, ഉണ്ടെങ്കിൽ അവർ പറയട്ടെ എന്ന് പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും അവർ മറുപടി പറഞ്ഞിട്ടില്ല. അവർ പരസ്പരം കളിയാക്കി തള്ളിയിട്ടുണ്ട്. ഇതാണ് അള്ളാഹു പറയുന്നത്. ഈ വിഷയത്തിൽ അവർ ഉറച്ചു നിൽക്കുകയായിരുന്നു. ധിക്കാരമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനമായത്. കാരണം മുത്തുറഫ് എന്ന വാക്കിന്റെ ഭാഷാർത്ഥം പറയുകയാണെങ്കിൽ സാമ്പത്തികമായ പുരോഗതി കൊണ്ട് അഹങ്കാരം നടിക്കുന്നവൻ എന്നാണ്. അതുകൊണ്ട് തന്നെ ഫയുൻകിറു റിസാലത്ത്, റിസാലത്തിനെ നിഷേധിക്കുന്നു. വലീദിന് ബോധ്യപ്പെട്ടില്ലേ നബി തങ്ങൾ കൊണ്ടുവന്ന റിസാലത്ത് ശരിയാണ് എന്ന്. പക്ഷേ വലീദ് തള്ളിപ്പോയി. വലീദ് അങ്ങനെ തള്ളി പറയാനുള്ള കാരണം അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടില്ലെങ്കിലും ജീവിക്കാനുള്ള വകുപ്പ് നമുക്കുണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. അത് തന്നെയാ ധിക്കാരം എന്ന് പറഞ്ഞത്. സുഖലോലുപനായ മനുഷ്യൻ അവന്റെ ധിക്കാരം കൊണ്ട് നിഷേധിക്കുകയാണ്. സുഖിയന്മാര് പറഞ്ഞില്ലേ, അബശറൻ മിന്നാ വാഹിദൻ നത്തബിഉഹു, നമ്മളിൽപ്പെട്ട ഒരു മനുഷ്യനെ നമ്മൾ പിൻപറ്റിയെന്ന്. നിങ്ങൾ നോക്ക്, അവരെ അഹങ്കാരത്തിന്റെ ഹുങ്കത്ര വലുതാണ്. അബശറൻ മിന്നാ വാഹിദൻ നത്തബിഉഹു, നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഒരാളല്ലേ മൂപ്പര്. ആര്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ നമ്മൾ പിൻപറ്റാൻ നിൽക്കേ? അത് ശരിയല്ല. ഇത് ശരിയല്ല എന്ന് അവർക്ക് ബോധ്യമായത് കൊണ്ടല്ല, പിന്നെ ധിക്കാരത്തിന്റെ ഭാഷയാണത്. അതുകൊണ്ടാണ് അവരിങ്ങനെ പറഞ്ഞത്. ഇതിൽ അവർ ഉറച്ചു നിൽക്കുകയായിരുന്നു, ഈ ശിർക്കിലും തൗഹീദിന്റെ എതിരിലും. എന്നിട്ട് ഹശ്റിനെയും നശ്റിനെയും നിഷേധിച്ചുകൊണ്ട്, പുനർജീവിതത്തെയും ഒരുമിച്ച് കൂട്ടുന്ന വിഷയത്തെയും ഒക്കെ നിഷേധിച്ചുകൊണ്ട് അവർ പറയുകയും ചെയ്യും, അഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇളാമൻ അഇന്നാ ലമബ്ഊസൂൻ. എത്ര എളുപ്പമുണ്ട്. എന്നാ ഇവർക്ക് ചോദിച്ചാൽ മതിയല്ലോ. മരണപ്പെട്ടു പോയ ആൾക്കാരൊക്കെ ഹയാത്തിൽ വരുന്നുണ്ടെങ്കിൽ കുറേ കാലപ്പഴക്കമുള്ള ഒരു ഖബർ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് തുറന്നു നോക്കിയിട്ട് ഉള്ളിലൊന്നും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ആളങ്ങ് വിളിച്ചോട് വരട്ടെ എന്ന് പറഞ്ഞാൽ പോരെ. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ദൂതന്മാർ അന്ത്വാക്യയിലേക്ക് പ്രബോധനത്തിന് പോയപ്പോൾ അവിടെയുള്ള രാജാവിനോട് അവർ പറഞ്ഞല്ലോ, ഞങ്ങളെ ഇലാഹിനോട് ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ മരണപ്പെട്ടു പോയ ആളുകളെ ഹയാത്താക്കി തരും. അപ്പൊ രാജാവ് ചോദിച്ചു, അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ട്. എന്നാ ഇവിടെ ഉണ്ട്, ഒരാഴ്ച ബന്ധു വരാൻ വേണ്ടി കാത്തു വെച്ചൊരു ശരീരം ഇവിടെ ഉണ്ട്, ജഡശരീരം, ഒരു മൃതശരീരമുണ്ട്, കൊണ്ടുവരട്ടെ, നിങ്ങൾ ഹയാത്താക്കോ? ഓ ഹയാത്താക്കോ. കൊണ്ടുവന്നു. അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിച്ചു. ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ശിഷ്യന്മാരാണ്. റബ്ബ് തആല പ്രാർത്ഥന സ്വീകരിച്ചു. ഒരാഴ്ച മുമ്പ് മരണപ്പെട്ടു പോയ മനുഷ്യൻ എഴുന്നേറ്റ് നിന്നു സംസാരിച്ചു. ഇനി നിങ്ങൾ എന്താ വിശ്വസിക്കാത്തത്? അള്ളാഹുവിന്റെ കഴിവിൽ വിശ്വസിക്കണ്ടേ? അപ്പോൾ രാജാവിന് വിശ്വസിക്കണം എന്നല്ലാതെ മറ്റു മറുപടി പറയാനില്ലല്ലോ. അപ്പോൾ ഇവരെ കൂടെ വിശ്വസിക്കുകയാണെങ്കിൽ ഇവരെ കൂടെ ചേരണം. അതിനും നല്ലത് ഇവരെ കൊല്ലുകയാണെന്ന് കരുതിയിട്ട് അവരെ കല്ലെറിഞ്ഞു, അവരെ നിലത്തിട്ട് ചവിട്ടി, അവരെ കൊന്നുകളഞ്ഞു. അപ്പോഴല്ലേ ആ സമുദായത്തിന് അല്ലാഹു വലിയ ശിക്ഷ കൊടുത്തത്. വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുൻദിൻ മിനസ് സമാഇ വമാ കുന്നാ മുൻസിലീൻ. ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന ആ ജനത, ആ ജനതയുടെ മേൽ അവരെ നശിപ്പിക്കാൻ ഒരു സൈന്യത്തെയും നമ്മൾ ഇറക്കിയിട്ടില്ല. ഇൻകാനത്ത് ഇല്ലാ സുയ്ഹത്തൻ വാഹിദ, ഒറ്റ അട്ടഹാസം കൊണ്ടാണ് അവരെ നശിപ്പിച്ചത്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം അവരെ മുന്നിൽ വന്നൊരൊറ്റ അട്ടഹാസം അട്ടഹസിച്ചു. ഫഇദാഹും ഖാമിദൂൻ, തീ കെട്ടുപോയതുപോലെ
കടന്നിടത്തുനിന്ന് മാറിക്കടക്കാനോ സംസാരിക്കാനോ സംസാരിച്ചത് പൂർത്തീകരിക്കാനോ ഒന്നിനും നേരമില്ല. ഫഇദാഹും ഖാമിദൂൻ, ഉടനെ തന്നെ അവർ നിശ്ചലമായി പോയി. പെടുന്നനെ ശിക്ഷ കൊടുത്തു. മോചനത്തിന് ഇനിയൊന്നും അവർക്കല്ല സമയം കൊടുത്തില്ല. ഇത്രയും തെളിവ് ബോധ്യപ്പെട്ടിട്ടും ധിക്കാരത്തോടെയല്ലേ അവര് പെരുമാറിയത്? ഈ നന്മ ഉപദേശിക്കുന്ന ആളുകൾ അവർ കൊന്നുകളയേണ്ടതില്ലായിരുന്നല്ലോ. ഇതുകൂടി ചെയ്തപ്പോ അല്ലാഹു തആല കൊടുത്ത പകരമാണ്. ഇതവർക്ക് മാത്രമല്ല, പലർക്കും അല്ലാഹു കൊടുത്തിട്ടുണ്ട്. എത്ര ദൃഷ്ടാന്തങ്ങൾ കണ്ടിട്ടുണ്ട്. ഫിർഔൻ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു കാണിച്ചു കൊടുത്തിട്ടില്ലേ? തെളിവുകളും ദൃഷ്ടാന്തങ്ങളും കാണിച്ചു കൊടുക്കാതെ ഒരൊറ്റ ജനതയെയും അല്ലാഹു ശിക്ഷിച്ചിട്ടില്ല. എല്ലാവർക്കും അല്ലാഹു തെളിവ് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇലാഹിയായ ഖുദ്റത്തിന്റെ തെളിവ് അല്ലാഹു എല്ലാവർക്കും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ മനുഷ്യൻ അവന്റെ ധിക്കാരം കൊണ്ട് പിന്മാറുകയാണ്. എന്നിട്ടോ അവൻ പറയുന്നു, അവആബാഉനല്ലവ്വലൂൻ, നമ്മുടെ പൂർവിക പിതാക്കളും ഇങ്ങനെ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്നോ പുനർജീവിപ്പിക്കപ്പെടുമെന്നോ അതൊന്നും സംഭവിക്കൂല. അങ്ങനെ ആവർത്തിച്ചു പറയുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു മറുപടി കൊടുക്കാൻ പറയുന്നു, പറയൂ നബിയെ, ഖുൽ ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ, പറഞ്ഞു കൊടുക്കൂ, ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ, പൂർവികരും പിൽക്കാലക്കാരും എല്ലാവരും ലമജ്മുഊന ഇലാ മീഖാതി യൗമിൻ മഅലൂം, ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാണ്. ഇലാ മീഖാതി യൗമിൻ മഅലൂം, അതേ അറിയപ്പെട്ട ഒരു ദിവസമുണ്ടല്ലോ, ആ ദിവസത്തിലെ നിശ്ചിത സമയത്തേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാണ്. ഖിയാമത്ത് നാളിൽ ഒരാളും ഒഴിവാകൂല. ലാ നുഗാദിറു മിൻഹും അഹദാ. അൽ കഹ്ഫിലൂടെ അല്ലാഹു പറഞ്ഞില്ല, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും, ഒരൊറ്റ കുട്ടിയെയും ഒഴിവാക്കി വിടൂല. നിശ്ചിത ദിവസം ഉണ്ട്, നിശ്ചിത സമയം ഉണ്ട്. അറിയപ്പെട്ട ഒരു ദിവസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൗമുൽ ഖിയാമയാണ്. ആ ഖിയാമത്ത് നാളിലേക്ക് എല്ലാ മനുഷ്യന്മാരെയും, നേരത്തെ കഴിഞ്ഞുപോയവരെയും പിന്നീട് വരാനിരിക്കുന്നവരെയും മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടപ്പെടും. ആ ദിവസം കറക്റ്റാണ്, നേരത്തെ വരൂല, വൈകിപ്പോകൂല, നിശ്ചിത അളവിൽ തന്നെ ഒരുമിച്ച് കൂട്ടും. ലമജ്മുഊന ഇലാ മീഖാതി യൗമിൻ മഅലൂം. അല്ലാഹു അവിടെ നമുക്ക് സലാമത്ത് നൽകട്ടെ. എല്ലാവരെയും ഒരേ പ്രതലത്തിൽ ഒരുമിച്ച് കൂട്ടുന്ന കൂട്ടലാണ് ഈ പറഞ്ഞത്. മുസ്ലിങ്ങളെയും അല്ലാത്തവരെയും ഒക്കെ അല്ലാഹു ഒരുമിച്ച് കൂട്ടുക. അതിനാണ് ഹശ്ർ എന്ന് പറഞ്ഞത്. നശ്ർ എന്ന് പറഞ്ഞാൽ അവനവൻ കിടക്കുന്ന, അവനവനെ കേന്ദ്രീകരിക്കപ്പെട്ട സ്ഥലത്തു നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ്. അതിനാണ് നശ്ർ എന്ന് പറഞ്ഞത്. പുനർജീവിതം. പുനർജീവിതം സംഭവിച്ച് എല്ലാവരെയും ഒരേ പ്രതലത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുകയാണ്. അങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ട് അല്ലാഹു അവരോട് പറയും, സുമ്മ ഇന്നക്കും അയ്യുഹല്ലാലൂനൽ മുകദ്ദിബൂൻ, പിന്നെ നിങ്ങൾ അയ്യുഹല്ലാലൂനൽ മുകദ്ദിബൂൻ, ഓ വഴിതെറ്റിയ, കളവ് പറഞ്ഞ, കളവ് ശീലിച്ച മഹാ റൗഡികളെ, റബ്ബിന്റെ വിളിയുടെ ഊക്കുനോക്ക് നിങ്ങൾ. അയ്യുഹല്ലാലൂൻ, വല്ലാതെ മാർഗഭ്രംശം സംഭവിച്ചവരെ, അൽ മുകദ്ദിബൂൻ, തൊട്ടതിനെ മുഴുവനും കളവാക്കി. നിങ്ങളെ ചിന്തക്കും ബുദ്ധിക്കും യോജിച്ച എന്തെല്ലാം ദൃഷ്ടാന്തങ്ങൾ തന്നിട്ടുണ്ട്, അത് മുഴുവനും കളവാക്കി തള്ളിയിട്ട് വഴിതെറ്റി നടന്നവരെ. ലആകിലൂന മിൻ ശജരിൻ മിൻ സഖൂം, നിങ്ങൾ തിന്നുക തന്നെ ചെയ്യും, നിങ്ങൾ ഭക്ഷിക്കുക തന്നെ ചെയ്യും. മിൻ ശജരിൻ മിൻ സഖൂം, സഖൂമിനാലുള്ള മരത്തിൽ നിന്ന് ഭക്ഷിക്കുക തന്നെ ചെയ്യും. സഖൂമിന്റെ മരമില്ലേ, ആ മരത്തിൽ നിന്ന് ഭക്ഷിക്കുക തന്നെ ചെയ്യും. സഖൂമിന്റെ മരം, ഇന്നഹാ ശജറത്തുൻ തഖ്റുജു ഫീ അസ്ലിൽ ജഹീം, ഖുർആനിലൂടെ അല്ലാഹു തന്നെ ആ മരത്തെ വിശേഷിപ്പിച്ചു തന്നിട്ടുണ്ട്. ജഹീമിന്റെ അടിയിൽ നിന്ന് മുളച്ചു വരുന്ന മരമാണ്. നരകത്തിൽ മുളക്കുന്ന മരത്തിന്റെ പേരാണ് സഖൂം. മുൾവൃക്ഷമാണത്. ത്വൽഉഹാ കഅന്നഹു റൂസുശയാത്തീൻ,
പുറത്തേക്കത് വെളിവായി നിൽക്കുന്നത് കാണുമ്പോ അതിന്റെ രൂപഭാവം തന്നെ വളരെ വൃത്തികെട്ട രൂപത്തിലാണ്. പിശാചുക്കളുടെ തല പോലെ അല്ലാഹു പറഞ്ഞില്ലേ, ആ മരം കാണാൻ ഒരു സുഖവും ഇല്ല, കാഴ്ചയിൽ മോശമാണ്, രുചിയോ ചൂടാണ്, വാസനയോ ദുർഗന്ധമാണ്. ഖുർആനിലൂടെ ആക്ഷേപിക്കപ്പെട്ട മരം അശ്ശജറത്തുൽ മൽഊനതു ഫിൽ ഖുർആൻ, ഖുർആനിലൂടെ ശപിക്കപ്പെട്ട മരമാണിത്, സഖൂ മരം. ഇന്നഹാ ഷജറത്തുൻ, ആ മരത്തിന്റെ ചൂട് നോക്ക് നിങ്ങൾ, എവിടെയാണ് ഈ മരത്തെ അല്ലാഹു സംവിധാനിച്ചിരിക്കുന്നത്? നരകത്തിന്റെ ആഴിയിലാണ്. കത്തുകയല്ലേ, തീ കത്തുന്നിടത്തും മരമുണ്ട്. അപ്പൊ ആ മരത്തിന്റെ ഇലകൾക്കും അതിന്റെ മുള്ളുകൾക്കും അതിന്റെ ഭാഗങ്ങൾക്കും എന്തൊരു ചൂടുണ്ട്. ചൂടിൽ കരിയാത്ത മരം, എത്ര ചൂട് ഊക്കുകൂടി വന്നാലും മരം കരിയുന്നില്ല. അതിന്റെ വാസനയോ സഹിക്കാൻ പറ്റൂല. ആ മരത്തിൽ നിന്ന് ഭക്ഷിക്കാൻ നരകക്കാർ നിർബന്ധിതരാകും. നിർബന്ധപൂർവം അവരതിൽ നിന്ന് ഭക്ഷിക്കേണ്ടി വരും. എന്താ അങ്ങനെ ഭക്ഷിക്കണമെന്ന് പറയാൻ കാരണം? ദാഹം കൂടുതലായിട്ട്. സുബ്ഹാനല്ലാഹ്, ലആകിലൂന മിൻ ശജരിൻ മിൻ സഖൂം, വിശപ്പ് കൂടുതലായിട്ട് സഖൂം മരത്തിൽ നിന്ന് അവർ ഭക്ഷിക്കുക തന്നെ ചെയ്യും. ഫമാലിഊന മിൻഹൽ ബുതൂൻ, ആ മരത്തിൽ നിന്ന് പറിച്ചെടുത്തിട്ട് നിങ്ങൾ പള്ള നിറക്കുക തന്നെ ചെയ്യും. അതൊരു സുഖത്തിന്റെ നിറയലല്ല. പിന്നെയോ വിശപ്പ് തീരട്ടെ എന്ന് കരുതിയിട്ടാ, എന്നിട്ട് തീരുമോ? തീരൂല. ഈ വൃക്ഷത്തിൽ നിന്നങ്ങ് കഴിക്കുമ്പോഴേക്ക് തൊണ്ടയിലത് കുടുങ്ങിപ്പോയി. ഇന്നലദൈന അങ്കാലം വജഹീമ വത്വആമൻ ദാ ഗുസ്സാ, തൊണ്ടയിൽ കെട്ടുന്ന ഭക്ഷണമാണ് നരകത്തിലെ ഭക്ഷണം. സഖൂം മരത്തിന്റെ ഇലയിൽ നിന്ന് പറിച്ചിട്ടോ, മുള്ളിൽ നിന്ന് പലിച്ചിട്ടോ, തോലിൽ നിന്ന് പറിച്ചെടുത്തിട്ടോ തൊള്ളയിലിടുമ്പോഴേക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. എന്നാലും വിശപ്പ് മാറട്ടെ എന്ന് കരുതിയിട്ട് സഹോദരങ്ങളെ, വിശപ്പ് കൂടുതലായാൽ ഇവിടെ തന്നെ എന്തെല്ലാം വിഷയങ്ങൾ ചെയ്യാറുണ്ട്. മണ്ണ് വരെ മനുഷ്യൻ തിന്നാറില്ലേ? കല്ല് പൊടിച്ചിട്ട് അതുവരെ തിന്നാറില്ലേ? കിട്ടുന്നത് മുഴുവനും തിന്നാറില്ലേ? എന്നാൽ ഏറ്റവും കൂടുതൽ ദാഹവും വിശപ്പുമുള്ള നരകത്തില് കിടക്കുന്ന മനുഷ്യൻ ഈ മുൾവൃക്ഷത്തിൽ നിന്ന് വലിച്ചു തിന്നുന്നു. തൊണ്ടയിൽ കുടുങ്ങുമ്പോ വെള്ളം വേണല്ലോ. ഫശാരിബൂന ശുർബൽ ഹീം ഫശാരിബൂന അലൈഹി മിനൽ ഹമീം, ആ കടുത്ത ചൂടുള്ള ജലത്തിൽ നിന്ന് ഭക്ഷണത്തിന്റെ പിറകെ കുടിക്കുന്നു. അത് താഴോട്ട് പോകാൻ വേണ്ടിയിട്ടാ കുടിക്കുന്നത്. പക്ഷേ കുടിക്കാൻ വേണ്ടി ആ വെള്ളം അവരെടുക്കുമ്പോഴേക്ക് അവരുടെ ശരീരത്തിന്റെ അവസ്ഥ, കുടിക്കാൻ വേണ്ടി ഒരുമ്പെടുമ്പോഴേക്ക് അവരുടെ ശരീരത്തിന്റെ ഭാഗങ്ങളിൽ അവർക്ക് വരുന്ന വേദന, അവർക്ക് വരുന്ന വിഷങ്ങൾ, അവർക്ക് വരുന്ന ചുട്ടുപൊള്ളുന്ന അവസ്ഥകൾ. ഫശാരിബൂന ശുർബൽ ഹീം, രോഗം കാരണം ദാഹിച്ച് വലഞ്ഞ ഒട്ടകം കുടിക്കും പോലെ. ശുർബൽ ഹീം, ഹീം എന്ന് പറഞ്ഞാൽ ദാഹിച്ച ഒട്ടകം കുടിക്കും പോലെ ആ വെള്ളത്തിൽ നിന്ന് അവർ കുടിക്കുന്നു. രോഗം വന്ന ഒട്ടകം എങ്ങനെയാണ് വെള്ളം കുടിക്കുക? അതിന് ദാഹം മാറൂല, അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. ഒരുപക്ഷേ ആ ഒട്ടകത്തിന്റെ രോഗം കാരണം ദാഹം ശമിക്കാത്തത് കൊണ്ട് കുടിച്ച് അവസാനം അതങ്ങ് മറിഞ്ഞു വീഴും. ഇതുപോലെ ജഹന്നമിലെ ആളുകൾ അവരൊരിക്കലും ഹമീമിൽ നിന്ന് കുടിച്ചിട്ട് ദാഹം തീരൂല. ഒരു സൈസ് രോഗമുള്ള ഒട്ടകം, ആ രോഗം വന്നാൽ ആ ഒട്ടകത്തിന് വെള്ളം എത്ര കൊടുത്താലും തികയില്ല. അങ്ങനെ അത് കുടിച്ചൊരു പക്ഷേ അതിന് ദാഹം മറ്റും തീരാനായിട്ട് പിന്നെ വേറൊരു ഭാഗത്തേക്ക് മറിഞ്ഞു വീഴും. പിന്നെയും ആ രോഗത്തിൻ്റെ അളവ് മൂർജിച്ച് വന്നാൽ അത് മരണപ്പെട്ടു പോകും. ഇതുപോലെ ആ ഒട്ടകം കുടിക്കും പോലെ കുടിക്കുന്നു പറഞ്ഞാൽ ആ ഒട്ടകത്തിൻ്റെ ദാഹം പോലെ തീരാത്ത ദാഹമാണ് നരകക്കാരുടെ ദാഹം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഫശാരിബൂന അലൈഹി മിനൽ ഹമീം ഫശാരിബൂന ശുർബൽ ഹീം, ആ ഒട്ടകം കുടിക്കും പോലെ ദാഹം തീരൂല. കുടിച്ചിട്ടോ അവർക്കൊരു ശ്വാസം വിടാൻ കഴിയൂല. വല്ലാത്ത സങ്കടം തന്നെയാണ് നരകത്തിൽ. കുടിക്കുന്ന വെള്ളത്തിന് രുചിയുണ്ടോ? രുചിയില്ല. ദുർഗന്ധം വമിക്കുന്ന വെള്ളമല്ലേ.
ഹാദാ നുസുലുഹും യൗമദ്ദീൻ. ഹാദാ, ഈ പറഞ്ഞതുണ്ടല്ലോ ചൂടുള്ള വെള്ളം, അതേപോലെ തന്നെ സഖൂം വൃക്ഷത്തിൽ നിന്നുള്ള ഭക്ഷണം കൊടുക്കൽ, അതേ രൂപത്തിൽ തന്നെ കരിമ്പുകയും അതേ രൂപത്തിൽ തന്നെ വിഷക്കാറ്റുമെല്ലാം നുസുലുഹും യൗമദ്ദീൻ, അവർക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന വിരുന്നാണ്. വിരുന്നിന് വീട്ടിൽ വന്നാൽ ആദ്യപടിയായിട്ട് വെള്ളം കൊടുക്കും പോലെ, അല്ലെങ്കിൽ മറ്റു ചില്ലറ വസ്തുക്കൾ കൊടുക്കും പോലെ, യൗമദ്ദീൻ, പ്രതിഫലം നൽകുന്ന ദിവസം ഖിയാമത്ത് നാളിൽ. ഇനി ഇതിനപ്പുറം വലിയ ശിക്ഷ വരാനുണ്ട്. ഇത് ശിക്ഷയുടെ തുടക്കം എന്ന അർത്ഥത്തിൽ അല്ലാഹു കൊടുക്കുന്നതാണ്. ഹാദാ നുസുലുഹും യൗമദ്ദീൻ. ഇത് അല്ലാഹു തആല അവർക്ക് കൊടുക്കുന്ന ഒരു വിരുന്നാണ്, അവർക്ക് തയ്യാറാക്കിയ ഒരു സൽക്കാരമാണ്, പ്രതിഫല ദിവസത്തിൽ അല്ലാഹു അവർക്ക് കൊടുക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. നരകത്തിന്റെ ഈ ഭയാനകതയിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നിങ്ങൾ നോക്ക്, മഹാന്മാരായ പണ്ഡിതന്മാർ നരകത്തെക്കുറിച്ച് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച വിശദീകരണങ്ങൾ കേട്ട് സ്വഹാബത്തിന്റെ അവസ്ഥക്ക് എത്ര വലിയ മാറ്റമുണ്ട്. നരകത്തെക്കുറിച്ച് നല്ല ഖൗഫ് വേണം, പേടി വേണം. ഇതൊരു ഉട്ടോപ്യൻ കഥകൾ പറയുകയല്ല, സാങ്കല്പികമായ വിവരണങ്ങൾ പറയുകയല്ല. അള്ളാഹുവിന്റെ വചനങ്ങളല്ലേ വിശദീകരിക്കുന്നത്. ആ വചനങ്ങൾക്കുള്ള പുലർച്ച ദുനിയാവിൽ വെച്ച് ഞാനും നിങ്ങളും കാണുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. ഇനി ഒരുപാട് കാണാനിരിക്കുന്നുണ്ട്, അനുഭവിക്കാനുണ്ട്. ഒരിക്കൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന്റെ ഇടയിൽ വെച്ച് പറഞ്ഞു, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തെ എല്ലാം നിങ്ങൾ സൂക്ഷിക്കണം. ബക്കറ്റ് പിരി വരുന്നുണ്ട്, നല്ല സംഭാവനകൾ കൊടുക്കണം. വഖൂദുഹാ അന്നാസു വൽ ഹിജാറ. ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരെയും കല്ലുകളെയുമാണെന്ന് പറഞ്ഞപ്പോൾ പ്രായം ചെന്നൊരു സ്വഹാബി ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഹിജാറത്തു ജഹന്നമ കഹിജാറത്തിദ് ദുനിയാ. ജഹന്നമിലെ കല്ലുകൾ അത് ദുനിയാവിലെ പാറക്കല്ലുകളെ പോലെയാണോ? ദുനിയാവിൽ വലിയ വലിയ പാറക്കല്ലുകളെ നാം കണ്ടിട്ടുണ്ട്. ഒന്ന് എങ്ങാനും വീണാൽ ഒരു ഗ്രാമം മൊത്തം അതുകൊണ്ട് നിഷ്പ്രഭമായി പോകും. ഒരു കല്ല് വീണാൽ എത്രയോ നൂറുകണക്കിന് 200 കണക്കിന് വീടുകൾ മുഴുവനും നശിച്ചു പോകും. അത്രമാത്രം വലുപ്പമുള്ള കല്ലുകളെ കണ്ടിട്ടുണ്ട്. നരകത്തിന്റെ കല്ലുകൾ ഇങ്ങനെയാണോ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി ഇന്ന സ്വഖറതൻ മിൻ സ്വഖരി ജഹന്നം അഅളമു മിൻ ജിബാലിദ് ദുനിയാ കുല്ലിഹാ. നരകത്തിലെ ഒരു കല്ല്, ഒരൊറ്റ കല്ല് ദുനിയാവിലെ മൊത്തം പർവ്വതങ്ങളെക്കാളും വലുതാണ്. നമ്മൾ ദുനിയാവിലെ മൊത്തം പർവ്വതങ്ങളെ കണ്ടവരല്ല, പക്ഷെ ദുനിയാവിൽ വലിയ വലിയ പർവ്വതങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ പർവ്വതങ്ങളെക്കാളും വലുതാണ് നരകത്തിലെ ഒരു കല്ല്, ഒറ്റ കല്ലെന്ന് പറഞ്ഞപ്പോൾ പ്രായം ചെന്ന ഇത് ചോദിച്ച സ്വഹാബി വര്യൻ ബോധരഹിതനായി വീണുപോയി. അദ്ദേഹം അങ്ങനെ ബോധരഹിതനായി വീണപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ നെഞ്ചിന്റെ ഭാഗത്ത് കൈവച്ചു നോക്കി. അദ്ദേഹത്തിന് ജീവനുണ്ട്. വിളിച്ചപ്പോൾ അയാൾ ഉത്തരം ചെയ്തു, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നല്ല ചൂടുണ്ട്, ശരീരത്തിന് തീവ്രമായ ചൂട് വന്നിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോളൂ നബി ഞങ്ങൾ ചൊല്ലിക്കൊടുത്തു. അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി. അദ്ദേഹത്തിന് അല്ലാഹുവിന്റെ ഹബീബ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചു. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അമിൻ ബൈനിനാ, ഞങ്ങൾക്കിടയിൽ നിന്നാണോ ഇങ്ങനെ ഒരു സന്തോഷ വാർത്ത? നരകത്തെ പറ്റി പറഞ്ഞപ്പോഴേക്ക് അതിൻ്റെ ആ ഒരു ഖൗഫ് ഉള്ളിൽ വന്ന് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും അപ്പുറമായപ്പോൾ വീണുപോയി. നമ്മളെ കൂട്ടത്തിൽ ചോര കണ്ട് വീഴുന്ന ആൾക്കാരില്ലേ? നരകം നിൽക്കട്ടെ, ചോരന്നെ കൂടുതലായി വന്നാൽ സഹിക്കാൻ കഴിയാതെ വീഴുന്ന ആൾക്കാരില്ലേ? ശബ്ദം കൂടുതൽ കേൾക്കാൻ കഴിയാതെ ബോധം കെട്ടി വീഴുന്നവരില്ലേ? ചില രംഗങ്ങളൊക്കെ കാണുമ്പോൾ അബോധാവസ്ഥ വരുന്നവരില്ലേ? ഇത് നരകം ആലോചിച്ചു കൊണ്ടുവന്ന അബോധാവസ്ഥയാണ്. ആ അബോധാവസ്ഥയ്ക്ക് ശേഷം ചെറിയൊരു തെളിച്ചം കിട്ടി. കലിമ ചൊല്ലി അദ്ദേഹം പിരിഞ്ഞു. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചപ്പോൾ അമിൻ ബൈനിന, ഞങ്ങൾക്കിടയിൽ നിന്നാണോ സന്തോഷ വാർത്ത? കുറേ കാലം ഞങ്ങൾ അധ്വാനിച്ചില്ലേ, ദീനിന് വേണ്ടി ഒരുപാട് ഖിദ്മ ചെയ്തില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതെ, നിങ്ങൾക്കിടയിൽ വെച്ച് തന്നെയാണ് സന്തോഷ വാർത്ത. കാരണം സ്വർഗം ആർക്കാണെന്ന അള്ളാഹു പറഞ്ഞത്, ذَلِكَ لِمَنْ خَافَ مَقَامِي
വഖാഫ വഈദ്. എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന നൃത്തത്തെക്കുറിച്ച് ആലോചിച്ച് പേടിച്ചവർക്കും എൻ്റെ താക്കീതായ നരകത്തെയും അതുപോലെയുള്ള ശിക്ഷകളെയും നന്നായി പേടിച്ചവർക്കുമാണല്ലോ സ്വർഗം. അതുകൊണ്ട് എങ്ങനെ സ്വർഗം കൊടുക്കാതിരിക്കും? അവർക്ക് അല്ലാഹു സ്വർഗം കൊടുത്തിട്ടുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. സഹോദരങ്ങളെ, ഈ വിഷയം, നരകത്തിന്റെ വിഷയം ഓർമ്മപ്പെടുത്തിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കുറച്ച് തെളിവുകൾ പറയുന്നുണ്ട്. കുറച്ച് ഭാഗങ്ങളെങ്കിലും ഇന്ന് ഓതി തീർത്തിയാലേ ബാക്കി നമുക്ക് നാളെ തീർക്കാൻ കഴിയുള്ളൂ. നരകം അല്ലാഹു തആല പടച്ചില്ലേ? ആ നരകത്തിന് ഒരുപാട് വിഷയങ്ങൾ അല്ലാഹു തആല ഇവിടെ പഠിപ്പിച്ചു തന്നു. നരകത്തിന്റെ കാറ്റ്, നരകത്തിന്റെ തണല്, നരകത്തിലെ വെള്ളത്തിന്റെ ചൂട്, നരകത്തിന്റെ ഭക്ഷണം, ഇത് മുഴുവനും ചെറിയ രൂപത്തിലും വലിയ രൂപത്തിലുമായി പടച്ചുവച്ചതിന് തെളിവല്ലാഹു പറയുന്നത്. ഇത് നിഷേധിക്കാൻ കഴിയാത്ത രൂപത്തിൽ അല്ലാഹു നമ്മളോട് പറയുന്നു, നഹ്നു ഖലഖ്നാകും ഫലൗലാ തുസദ്ദിഖൂൻ. ഇനി നമ്മളോട് അല്ലാഹു തെളിവോതി തരികയാണ്. നാമാണ് നിങ്ങളെ പടച്ചത്, നാമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, വേറെ ആരും അല്ല. ആരോടും ചോദിച്ചു നോക്കൂ, ആരാണ് സൃഷ്ടാവ്? സൃഷ്ടാവ് ഒരുവൻ ഉണ്ട്. ആ സൃഷ്ടാവിന് എല്ലാവിധ നല്ല കഴിവുകളും വേണം. വേണ്ടാത്ത രൂപത്തിലുള്ള ഒരു വസ്തുവും ആ സൃഷ്ടാവിന് പറ്റൂല. എല്ലാ നല്ല ഗുണങ്ങളും വേണം, മികച്ചു നിൽക്കുന്ന കഴിവ് വേണം. അതേ, നമ്മുടെ ഇടയിൽ, നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ നമ്മൾ സൃഷ്ടാവായി വാഴിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഏതൊരാളെ നമ്മളങ്ങനെ വാഴിക്കുകയാണെങ്കിലും അയാൾക്കുള്ള കഴിവ് കുറവാണ്, അല്പസമയത്തേക്ക് മാത്രം ബാക്കി നിൽക്കുന്ന കഴിവാണ്. അള്ളാഹു പറയുന്നു, നിങ്ങളെ നാമല്ലേ സൃഷ്ടിച്ചത്, എന്തേ ഒന്നുകൂടി നന്നായി വിശ്വസിച്ചുകൂടെ? ഫലൗലാ തുസദ്ദിഖൂൻ. എന്താണ് ആ സൃഷ്ടികർമ്മം മനസ്സിലാക്കിയിട്ട് എൻ്റെ പുനർജീവിതം നിങ്ങൾ വിശ്വസിക്കാത്തത്? ഞാൻ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടും എന്ന് പറയുമ്പോൾ വിശ്വസിക്കാത്തത് എന്താണ്? പടച്ച എനിക്ക് നിങ്ങളെ വീണ്ടും പടക്കാൻ കഴിയും എന്നതിന് ആ പടപ്പ് തന്നെ തെളിവ് പോരെ. നിങ്ങളെ പടച്ചതില്ലായ്മയിൽ നിന്നാണ്. അതേ, മനുഷ്യന്മാരെ പടക്കുന്നത് നുത്തുഫത്തിൽ നിന്നാണെങ്കിൽ ആ നുത്തുഫത്ത് ഒരു സാധാരണ അറപ്പോടെ വെറുപ്പോടെ തള്ളിക്കളയുന്നൊരു തുള്ളിയാണ്. അതിന് ഒരു ജീവനുമില്ല, ഒന്നുമില്ല. അതിലൂടെ സങ്കലിതമായിട്ട് അല്ലാഹു തആല സൃഷ്ടിച്ചു. ഇല്ലായ്മയിൽ നിന്നുള്ള ഈ സൃഷ്ടിപ്പ് വലിയ തെളിവാണ്. ഇനിയും സൃഷ്ടിക്കാൻ അല്ലാഹുവിന് കഴിവുണ്ട് എന്നതിന്. എന്താ അതൊന്ന് വിശ്വസിച്ചൂടെ ജനങ്ങളെ? അഫറഅയ്തും മാ തുംനൂൻ. അല്ല, നിങ്ങൾ പറഞ്ഞു തരൂ. മാ തുംനൂൻ, നിങ്ങൾ സ്കലിപ്പിക്കുന്നതിനെ പറ്റി നിങ്ങളൊന്ന് പറഞ്ഞു തരൂ. നിങ്ങൾ സ്കലിപ്പിക്കുന്നതിനെ പറ്റി നിങ്ങൾ പറഞ്ഞു തരൂ. പുരുഷന്മാർ സ്ത്രീകളുടെ ഗർഭാശയങ്ങളിലേക്ക് നടത്തുന്ന സ്ഖലനം, അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു തരൂ. അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. നിങ്ങളാണോ അതിന് രൂപം കൊടുക്കുന്നത്, സൃഷ്ടികർമ്മം കൊടുക്കുന്നത്, പടക്കുന്നത് നിങ്ങളാണോ അല്ലെങ്കിൽ നമ്മളാണോ? ഉറച്ചു പറയാൻ കഴിയും, അല്ലാഹുവേ നീയാണ്. കാരണം എന്താണ്? എല്ലാവർക്കും സന്താനങ്ങളില്ലല്ലോ. സ്കലിപ്പിക്കാൻ കഴിവുള്ളവർക്ക് മൊത്തം അല്ലാഹു സന്താനത്തെ നൽകിയിട്ടുണ്ടോ? ഇല്ല. ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു കഴിവുണ്ടെങ്കിൽ എല്ലാവർക്കും മക്കൾ വേണ്ടേ? എല്ലാവർക്കും സന്താനങ്ങൾ വേണ്ടേ? അഫറഅയ്തും മാ തുംനൂൻ. നിങ്ങൾ സ്കലിപ്പിക്കുന്ന വളരെ അചേതനമായ വസ്തുവിനെ പറ്റി നിങ്ങൾ പറഞ്ഞു തരൂ. അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. വേറെ ഒരു കഴിവും ഇല്ല, വേറെ ഒരു ശക്തിയുടെ സ്വാധീനവുമില്ല. നിങ്ങളാണ് രൂപം കൊടുക്കുന്നത്, നിങ്ങളാണ് വളർച്ച കൊടുക്കുന്നത്, നിങ്ങളാണ് അതിന് കട്ടിയും കനവും കൊടുക്കുന്നത്. അതല്ല നമ്മളാണോ? അങ്ങനെ നമ്മളാണ് എന്ന് സമ്മതിക്കാനേ നിങ്ങൾക്ക് വകുപ്പുള്ളൂ. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത്. സൃഷ്ടികർമ്മം മാത്രമല്ല നാം തരുന്നത്, നിങ്ങൾക്കിടയിൽ മരണം കണക്കാക്കിയത് നമ്മളാണ്. റബ്ബ് തആല കണക്കാക്കിയതുപോലെ തന്നെ മരിക്കൂലേ? മരണം അല്ലാഹു നന്നാക്കി തരട്ടെ. അല്ലാഹു നിശ്ചയിച്ച സമയത്ത് തന്നെ നടക്കും. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത്. നമ്മളാണ് മരണം കണക്കാക്കിയിരിക്കുന്നത്. റിസ്ക് കണക്കാക്കിയത് നമ്മളല്ലേ? സൃഷ്ടികർമ്മം കണക്കാക്കിയത് നമ്മളല്ലേ? 10 തികഞ്ഞ് പ്രസവിച്ചു എന്ന് കരുതിയിട്ട് ജീവൻ ഉണ്ടായിക്കോളുന്നുണ്ടോ? ഇല്ലല്ലോ. 10 മാസവും കഴിഞ്ഞ് പറഞ്ഞതാണ്
ഭൂമിയിലേക്ക് വന്ന ഉടനെ തന്നെ മരണപ്പെട്ടു പോയവരില്ലേ? ഭൂമി ഒരു നോക്ക് കാണാൻ കഴിയാതെ മരണപ്പെട്ടവരില്ലേ? 7-ാം മാസത്തിലും 6-ാം മാസത്തിലും 9-ാം മാസത്തിലും പിരിഞ്ഞു പോയവരില്ലേ? ആരുടെ തഖ്ദീറാണ്? നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത്. നിങ്ങളെ പടച്ചത് നമ്മളാണ്, അതുകൊണ്ട് തന്നെ മരണത്തിന്റെ കണക്കും നമുക്കാണ്. ആർക്കുണ്ട് സഹോദരന്മാരെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നൊക്കെ പറയുന്നത് സമാധാനത്തിന്റെ വാർത്തകളാണ്. ഒരു മിനിറ്റ് എങ്ങാനും അയാളെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നു, രക്ഷിക്കൂല. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത്. എത്ര കറക്റ്റാണ് അള്ളാഹുവിന്റെ കണക്ക്. അതുകൊണ്ടല്ലേ ഒരേ രോഗം ബാധിച്ച എല്ലാവരും മരിക്കുന്നില്ലല്ലോ. എത്രയോ ആളുകൾക്ക് സുഖം കിട്ടുന്നുണ്ട്. തീരെ സൂക്കേടൊന്നും ഇല്ലാത്തവര് മരിച്ചു പോകുന്നത് കാണുന്നില്ലേ? അള്ളാഹുവിന്റെ വലിയ നിശ്ചയമല്ലേ അത്. വകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ അലീലിൻ ആശ ദഹ്റൻ ഇലാ ദഹ്രി. എത്ര ആരോഗ്യവാന്മാർ, ഒരു കാരണവും നമുക്ക് അവരെ പറ്റി പറയാനില്ല. ആൾക്കാർ പറയും സൈലന്റ് അറ്റാക്കാന്ന് പറയും. മരിച്ചതാണ്, വേറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അത് മരിച്ചുപോയി. എന്താ കാരണം? ഒരു കാരണവും പറയല്ലേ, എന്നാ സൈലന്റ് അറ്റാക്കാന്ന് പറയും. അല്ല സുഹൃത്തെ, മരിച്ചതാണ്. കാരണങ്ങൾ അങ്ങനെ നമ്മൾ പറയും. അത് ബഹുമാനപ്പെട്ട അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനൊരു സമാധാനമാണ്. അസ്രായിൽ ചോദിച്ചു, അള്ളാഹുവേ, ഞാൻ എല്ലാവരും റൂഹ് പിടിക്കുമ്പോൾ എന്നോട് എല്ലാവർക്കും വെറുപ്പാകൂലേന്ന്. അപ്പം അള്ളാഹുത്തല പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ പിടിച്ചിട്ടാ മരിച്ചെന്ന് ആരും പറയില്ല, വേറെ കുറെ കാരണങ്ങളൊക്കെ പറഞ്ഞോളൂന്ന്. ശരിയല്ലേ? എന്തേ മരിച്ച്? പനി ബാധിച്ചു, അങ്ങനെ മരിച്ച. ഏത് ഛർദി കൂടുതലായി മരിച്ചതാ. ആക്സിഡന്റിൽ ആരോ പറയില്ല അസ്രായേൽ പിടിച്ചിട്ട് മരിച്ചതാണ്, ആരും പറയില്ല. എല്ലാവരും പറയും പ്രായം കൂടുതലാണ്, ഇന്നലെ നോക്കുമ്പോൾ ഷുഗർ കുറച്ചുകൂടി കൂടുതലായി, പ്രഷർ കുറച്ച് കമ്മിയായി, ഇങ്ങനെയല്ലേ ആൾക്കാർ പറയല്. നിങ്ങൾ കേട്ടിട്ടുണ്ട് ഏതെങ്കിലും ആൾ അസ്രായേൽ പിടിച്ചുകൊണ്ടാൽ മരിച്ചാറില്ല? അസ്രായേൽ ആരും പറയില്ല. ഇനി ഒന്നുമില്ലെങ്കിൽ ഈ പറയുന്ന കാരണം പറയാം, സൈലന്റ് അറ്റാക്കാന്ന്. കാരണം ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പെട്ടെന്ന് തന്നെയുള്ള മരണങ്ങളുണ്ട്. പെട്ടെന്നുള്ള മരണം ചിലപ്പോഴൊക്കെ ചില ആളുകൾക്ക് സുഖകരമായി വരും. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മൗത്തുൽ ഫുജ്അ റാഹത്തായി വരുന്ന സന്ദർഭങ്ങൾ ഉണ്ട്. പെട്ടെന്ന് മരണപ്പെട്ട, കൂടുതലൊന്നും രോഗിയായി കിടക്കാതെ മരണപ്പെട്ടു പോയ നബിമാരും ഉണ്ട്. ചില്ലറ രോഗങ്ങൾ ഒരു സിഗ്നലായി, ഒരു മെസ്സേജായി കൊടുത്ത് കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളവരിലേക്ക് കൈമാറാനൊരു സാവകാശം കൊടുത്ത് അങ്ങനെ മരണപ്പെട്ടു പോയവരുമുണ്ട്. ഈമാനുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നുള്ള മരണം, നമ്മൾ അള്ളാഹുവിനോട് പഠിച്ചോനെ പെട്ടെന്ന് മരണം തരില്ല എന്ന് പറയുന്ന കുറേ ഹക്കടപാടുകൾ ബാക്കിയുണ്ട്, അതൊക്കെ ഒന്ന് റാഹത്തോടെ തീർത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് അങ്ങനെ ഒന്നുള്ള മരണം മതി എന്നാണ് പറഞ്ഞത്. തീരെ മരിക്കണ്ട എന്നുള്ള ആഗ്രഹത്തിൽ ദ്വൈർക്കല്ലത്, മരിക്കുന്ന ഉറപ്പന്നെ, അത് വിശ്വാസം തന്നെ ഉറപ്പന്നെ, അതിൽ സംശയമൊന്നുമില്ല. പിന്നെ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഇനി അതിൻ്റെ കുലുമാൽ അവിടെ പോയിട്ട് ഏൽക്കാനാകൂല എന്ന് കരുതിയിട്ടാണ് പെട്ടെന്ന് മരിപ്പിക്കല്ലേ എന്ന് വരക്കുന്നത്. പെട്ടെന്ന് മരിപ്പിക്കല്ലേ എന്ന് വരക്കുന്നത് തീരെ മരിപ്പിക്കല്ലേ എന്ന അർത്ഥത്തിലല്ല, അങ്ങനല്ല. നഹ്നു ഖദ്ദർനാ, അല്ലാഹ് കണക്കാക്കി കഴിഞ്ഞു, ബൈനകുമുൽ മൗത്ത്, നിങ്ങൾക്കിടയിലുള്ള മരണം നമ്മളാ കണക്കാക്കിയത്. റിസ്ക് കണക്കാക്കിയത് നമ്മളാണ്. വ്യത്യസ്ത രൂപത്തിലല്ലേ അല്ലാഹ് റിസ്ക് കൊടുക്കുന്നത്. എല്ലാവർക്കും ഒരേ സാമ്പത്തിക പുരോഗതിയല്ലല്ലോ. ഇതേ രൂപത്തിൽ മരണവും വ്യത്യസ്ത രൂപത്തിലാണ്, ആയുസ്സും വ്യത്യസ്ത രൂപത്തിലാണ്. ഒരേ ആയുസ്സിൽ മരണപ്പെടുന്നവർ കുറവല്ലേ? ഒരേ ആയുസ്സിൽ മരണപ്പെടുന്നവർ കുറവല്ലേ? ചില്ലറ മാറ്റങ്ങൾ കാണും, ദിവസങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ മാസങ്ങൾ കൊണ്ടും മണിക്കൂറുകൾ കൊണ്ടെങ്കിലും മാറ്റമുണ്ടാകും. ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായത് 63-ാമത്തെ വയസ്സിലാണ്. അതേ ദിവസം റബീഉൽ അവ്വൽ തിങ്കളാഴ്ചയാണ് 12-ന്. എന്നാൽ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായതും 63-ാമത്തെ വയസ്സിലാണ്. ബാക്കിയുള്ള മാസങ്ങളും ദിവസങ്ങളും വ്യത്യാസമുണ്ട്. തിങ്കളാഴ്ച തങ്ങളെ വഫാത്ത്, സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വഫാത്ത് ചൊവ്വാഴ്ച. ആഗ്രഹിച്ചിരുന്നു തിങ്കളാഴ്ച തന്നെ വഫാത്താകണം. വഫാത്താകാൻ ആഗ്രഹിക്കേണ്ട ഒരു ദിവസം കൂടിയാണ് തിങ്കളാഴ്ച, അല്ലേ? സംശയമുണ്ടോ? വഫാത്താകാൻ ആഗ്രഹിക്കേണ്ട ഒരു ദിവസമാണ്. അതുകൊണ്ടല്ലേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചത്. തിങ്കളാഴ്ച ദിവസം മരിക്കുന്നതിൻ്റെ തൊട്ട്, വഫാത്തിൻ്റെ തൊട്ട് തലേന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത്, മോളെ ഇതേതാ ദിവസം? ഇത് തിങ്കളാഴ്ചയാണ്. അതേ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ദിവസല്ലേ ഇന്നെന്റെ മരണമായിരുന്നെങ്കിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആഗ്രഹമാണ്. പക്ഷേ മരണം നടന്നത് ചൊവ്വാഴ്ചയാണ്. ഇമാം ബുഖാരി തങ്ങൾ തെളിവെടുക്കുന്നത് എന്താണെന്നറിയോ? മഹാനവറുകളുടെ ആഗ്രഹം തിങ്കളാഴ്ച ആയില്ലേ, ആ നിലക്ക് തിങ്കളാഴ്ചക്ക് മഹത്വം ഉണ്ട്. അതുകൊണ്ടാണ് ബാബു മൗത്തി യൗമിൽ ഇസ്നൈൻ, തിങ്കളാഴ്ച മരിക്കുന്നതിന്റെ മഹത്വത്തെ പറയുന്ന ബാബു എന്നൊരു ബാബ് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. തിങ്കളാഴ്ച മരിക്കുന്നതിന് വലിയ മഹത്വമുണ്ട്. തിങ്കളാഴ്ച രാവിനും മഹത്വമുണ്ട്, വെള്ളിയാഴ്ച പകലിനും വെള്ളിയാഴ്ച രാവിനും മഹത്വമുണ്ട്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു മഹത്വങ്ങൾ ധാരാളം വിശദീകരിച്ചിട്ടുണ്ട്. മരണം കണക്കാക്കിയത് അല്ലാഹുവാൻ. ചിലർക്ക് കൂടുതൽ വയസ്സ്, ചിലർക്ക് കുറഞ്ഞ വയസ്സ്. ചിലരോ മരണപ്പെടുന്നത് ഹറമിലാണ്, ചിലരോ മരണപ്പെടുന്നത് ഇഹ്റാമിലാണ്, ചിലരോ മരണപ്പെടുന്നത് മദീനയിലാണ്, ചിലരോ മരണപ്പെടുന്നത് മസ്ജിദുൽ അഖ്സയിലാണ്. നല്ല സ്ഥലത്ത് മരണങ്ങൾ കൊതിക്കാൻ നമുക്ക് വകുപ്പുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സദാ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ ജഅൽ മൗതി ഫീ ബലദി റസൂലിക്, അല്ലാഹുവേ എൻ്റെ മരണം നിന്റെ റസൂലിന്റെ നാട്ടിലാക്കി തരണം, മദീനയിലാക്കി തരണം എൻ്റെ മരണം. വർസുഖ്നി ഷഹാദതൻ ഫീ സബീലിക്, മരിച്ചു പോകുന്നത് നിന്റെ മാർഗത്തിൽ ഷഹീദായിട്ടാകണം. അതുകൊണ്ടല്ലേ സുബ്ഹ് നിസ്കാരത്തിൽ കുത്തേറ്റപ്പോൾ വീട്ടിൽ കൊണ്ടുപോയി കിടത്തിയിട്ട് ബോധം തെളിഞ്ഞപ്പോ ആരാണെന്നെ കുത്തിയതെന്ന് ചോദിക്കുമ്പോ അതേ അള്ളാഹുവിന്റെ ഹബീബിൽ വിശ്വസിക്കാത്ത ഒരടിമയുടെ കൈകൊണ്ടാണ് കുത്തു കിട്ടിയതെന്ന് പറഞ്ഞപ്പോ മഹാനവർകൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ് അല്ലദീ ലം യജ്അൽ മൗതി ബിയദി മുസ്ലിമിൻ, ഒരു മുസ്ലിമിന്റെ കൈകൊണ്ട് എനിക്ക് മരണം വന്നില്ലല്ലോ, ഞാൻ ഉദ്ദേശിച്ചതുപോലെ ഷഹാദത്ത് അല്ലാഹ് തന്നല്ലോ. രണ്ട് ദുആകളും അല്ലാഹ് കബൂലാക്കി കൊടുത്തു. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമിന്റെ റൂഹിനെ പിടിക്കാൻ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നപ്പോ എന്റെ റൂഹിനെ പിടിക്കണോ, പക്ഷേ ഇവിടെ വെച്ചാകരുത്, ഇവിടെ വെച്ചാകരുത് എന്റെ റൂഹിനെ പിടിക്കുന്നത്, നേരെ ബൈത്തുൽ മഖ്ദിസിൽ കൊണ്ടുപോകണം, അവിടെ വെച്ചാകണം എന്റെ മരണം നടക്കേണ്ടത്, ഇവിടെ വെച്ചാകരുത് എന്നൊരപേക്ഷ സമർപ്പിച്ചു മലക്കിനോട്. അല്ലാഹു തആല അത് സ്വീകരിച്ചു. മരണം കണക്കാക്കിയത് അല്ലാഹുവാൻ. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത് വമാ നഹ്നു ബിമസ്ബൂഖീൻ. അതേ, വമാ നഹ്നു ബിമസ്ബൂഖീൻ, ആരും തന്നെ നമ്മളെ മറികടക്കൂല, നമുക്ക് കിട്ടാതെയായി പോകൂല, എല്ലാവരെയും നമുക്ക് കിട്ടും. വേറെ എങ്ങോട്ടോ ചുളിവിൽ രക്ഷപ്പെട്ടിട്ട് ആരും മാറി വരുമോ? മാറി വരൂല. അല്ലാഹു തആല പറയുന്നു, അലാ അന്നുബദ്ദില അംസാലകും വനുൻശിഅകും ഫീമാ ലാ തഅലമൂൻ. മരണം കണക്കാക്കിയത് നമ്മളാണ്. അതേ, ഒരാൾക്കും നമ്മളിൽ നിന്ന് പിടുത്തം വിട്ടിട്ട് മാറിപ്പോകാനോ റബ്ബിന്റെ വക്കൽ കുടുങ്ങാതിരിക്കാനോ വഴിയില്ല. ഇവിടെ നിങ്ങൾ നോക്ക്, പോലീസുകാരെ കണ്ണുവെട്ടിച്ചു പോയി, ഇതുവരെ പിടുത്തം കിട്ടാത്ത ആളുകൾ ഉണ്ടാകും, ഒരുപക്ഷെ കുറ്റവാളികൾ ഉണ്ടായേക്കും, ഇപ്പോഴും തെരച്ചിൽ നടക്കുന്നുണ്ടാകും. റബ്ബിന്റെ പിടുത്തം കൊടുക്കാതെ മാറുന്നവരാരെങ്കിലും ഉണ്ടോ? ഇല്ല. വമാ നഹ്നു ബിമസ്ബൂഖീൻ. വീണ്ടും നിങ്ങൾക്ക് തെളിവ് പറഞ്ഞു തരാം. അലാ അന്നുബദ്ദില അംസാലക്കും, നമ്മളെ മറികടക്കാൻ കഴിയൂല എന്നതിന് തെളിവെന്താണെന്നറിയോ? നിങ്ങൾക്ക് പകരം ഇവിടെ മറ്റൊരു ജനതയെ കൊണ്ടുവരാൻ കഴിയും, അല്ലെങ്കിൽ നിങ്ങളുടെ മോഡലുകൾ മാറ്റാൻ നമുക്ക് കഴിവുണ്ട്. നമ്മളെ കഴിവ് കുറക്കാൻ ആർക്കും കഴിയൂല. നിങ്ങളെ മോഡലുകളൊക്കെ മാറ്റാൻ പറ്റും. അള്ളാഹു പറയാണ്, അലാ അന്നുബദ്ദില അംസാലക്കും, നിങ്ങൾക്ക് ഈ നൽകിയ രൂപങ്ങളൊക്കെ മാറിയിട്ട് നിങ്ങളെ മറ്റൊരു പരുവത്തിലാക്കാൻ പറ്റും. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു തഫ്സീർ എഴുതി, നജഅലുക്കും ഖിറദതൻ വഖനാസീർ, നിങ്ങളെ കൊരങ്ങന്മാരാക്കി മാറ്റാൻ പറ്റും. അതേ, നിങ്ങളെ പന്നികളാക്കി മാറ്റാൻ പറ്റും. വനുൻശിയകും ഫീമാ ലാ തഅലമൂൻ, അറിയാത്ത രൂപത്തിൽ നിങ്ങളെ പടച്ച് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ നമുക്ക് കഴിവുണ്ട്. മുമ്പ് അങ്ങനെ മാറ്റിയല്ലോ. മുർസലീങ്ങളെ വിശ്വസിക്കാത്ത ആളുകളെ അല്ലാഹു തആല മാറ്റിയിട്ടുണ്ട്. ആ കഴിവ് നമുക്ക് കുറവുണ്ട് എന്ന് നിങ്ങൾ കരുതരുത്.
നിങ്ങൾക്ക് നൽകിയ രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ പറ്റും. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം തൻ്റെ ജനതയോട് പറഞ്ഞില്ലേ, നിങ്ങൾ 30 ദിവസം നോമ്പ് നോൽക്കുമോ, പിന്നെ നിങ്ങൾ എന്ത് ചോദിച്ചാലും അള്ളാഹു നിങ്ങൾക്ക് തരും. അപ്പം ആ ജനത 30 ദിവസം നോമ്പ് നോറ്റു. എന്നിട്ട് അവർ 30 ദിവസം ഞങ്ങൾ നോമ്പ് നോറ്റില്ലേ, ഞങ്ങൾക്ക് വല്ല സൽക്കാരവും വേണം. അപ്പോൾ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഈസാ നബിയോട് അവർ ചോദിച്ചു, റബ്ബിന് നമുക്ക് ഒരു ആകാശത്തിൽ നിന്നൊരു സുപ്രം അങ്ങോട്ട് ഇറങ്ങിത്തരാൻ നിങ്ങളെ റബ്ബിന് കഴിയോ? നമുക്ക് വേണ്ടി ഞങ്ങൾക്കെല്ലാവർക്കും അതിൽ ഭക്ഷണം ഉണ്ടാകണം. ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ തഖ്വ ചെയ്യുക, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചോളാം. അള്ളാഹു തആല ആ വിഷയത്തിന് ഉത്തരം കൊടുത്തു, മറുപടി കൊടുത്തു. അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ നല്ലൊരു മാഇദ ഇറക്കി തരണം, അത് വലിയൊരു സന്തോഷമാകണം ഞങ്ങൾക്കും ഞങ്ങളുടെ പിൽക്കാലക്കാർക്കും. അള്ളാഹു തആല പറഞ്ഞു, അങ്ങനെ ഇറക്കിത്തരാം, പ്രശ്നമൊന്നും ആക്കണ്ട. അങ്ങനെ മലക്കുകളതാ ആകാശത്തിൽ നിന്ന് തളികയുമായി പാറിപ്പറന്ന് വന്നു. ആ തളികയുടെ മേൽ 7 മത്സ്യങ്ങളുണ്ട്, 7 പത്തിരിയുണ്ട്. അവരെ മുന്നിൽ അത് വെച്ചുകൊടുത്തു. അവർക്കെല്ലാവർക്കും അത് തികയുന്ന രൂപത്തിലാണ്. അത്രയും വലിയ മത്സ്യവും വലിയ പത്തിരിയുമാണ്. പക്ഷേ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, ആരും വഞ്ചന നടത്തരുത്, നാളേക്ക് വേണ്ടി ആരും എടുത്തു സൂക്ഷിച്ച് വെക്കരുത്. നാളേക്കുള്ള ഭക്ഷണം നാളെ നിങ്ങളെ ഹയാത്തിന് നാളെ ചോദിച്ചാൽ നാളെ തരും. പക്ഷെ അവരത് പാലിച്ചില്ല. അവരത് പാലിക്കാത്തതുകൊണ്ടാണ് സഹോദരന്മാരെ നമ്മുടെ ഇറച്ചിയൊന്നും കൂടുതൽ കാത്തു നിൽക്കാത്തത്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, ഈ ബനു ഇസ്രായേൽക്കാരില്ലെങ്കിൽ ഈ ഇറച്ചി കേടരില്ലായിരുന്നു. ഉളിഹത്തിൻ്റെ ഇറച്ചി കിട്ടിയാൽ എത്ര സുഖമായിട്ട് എത്ര മാസങ്ങളോളം തിന്നായിരുന്നു, കഴിയൂലല്ലോ. ഇനി ഒരാഴ്ചക്കാലം അത് ഫ്രിഡ്ജിൽ വെച്ചാലും അതിൻ്റെ എല്ലാ രുചിയും പോയി. അവരുണ്ടായത് കൊണ്ട് അതങ്ങനെ കേടുവരുന്നു പോയത്. കാരണം അവരോട് എടുത്ത് വെക്കണ്ടെന്ന് പറഞ്ഞവർ എടുത്തു വെച്ചു, സൂക്ഷിക്കണ്ടെന്ന് പറഞ്ഞു സൂക്ഷിച്ചു. അവരുടെ കോലം മറിക്കപ്പെട്ടു, കൊരങ്ങന്മാരും പന്നികളുമാക്കി. അതേ പന്നികളെ ഈസാ നബി അലൈഹിസ്സലാം കണ്ടപ്പോ ഈസാ നബിൻ്റെ അടുത്തവർ വന്നപ്പോൾ കരഞ്ഞുപോയി. ഈസാ നബി അലൈഹിസ്സലാം ഓരോരുത്തരെയും പേര് വിളിച്ചപ്പോൾ അവരൊക്കെ തലപൊന്തിച്ചു നോക്കുന്നുണ്ട്, അവരൊക്കെ കരയുന്നുണ്ട്. പക്ഷേ 3 ദിവസം മാത്രമേ അവർക്ക് ജീവിതം കിട്ടിയുള്ളൂ, പിന്നെ അവരങ്ങ് നശിച്ചുപോയി. കൊരങ്ങന്മാരും പന്നികളും നശിച്ചുപോയി എന്നുള്ള ചരിത്രം കൂടി ഞാൻ കൂട്ടത്തിൽ പറയാൻ കാരണം എന്താ അറിയോ, ചില ആൾക്കാർ ഇനി അതിൽ നിന്നൊരു പുതിയ ചരിത്രം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പരമ്പരയിലാണ് കൊരങ്ങന്മാർ ജനിച്ചതെന്ന് പറയേണ്ടത്. അത് വേറൊരു സമൂഹമാണ്. ഇനി അങ്ങനെ സിദ്ധാന്തമായിട്ട് കൊണ്ടുവരണ്ടാന്ന്. ഇവർ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് കൊരങ്ങന്മാരും പന്നികളായി മാറിയവർ അവർ 3 ദിവസമേ താമസിച്ചിട്ടുള്ളൂ. ഒരൊറ്റൊന്നും ബാക്കിയല്ല, ഒക്കെ നശിച്ചു പോയിട്ടുണ്ട് 3 ദിവസം കഴിഞ്ഞപ്പോൾ. ബാക്കിയായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അവിടുന്ന് ജനിച്ചു വന്നാണ് അങ്ങനെ ഇവിടേക്ക് എത്തിയതെന്ന് പറയും. അങ്ങനെ പറയണ്ട, മൊത്തം നശിച്ചു പോയിട്ടുണ്ട്. ഈ സമുദായത്തിനും അല്ലാഹു തആല കോലം മറിയൽ തന്നിട്ടുണ്ട്. അള്ളാഹു വലിയൊരു തെളിവാണ് ആ പറയുന്നത്, അലാ അന്നുബദ്ദില അംസാലക്കും, നിങ്ങളുടെ രൂപഭാവങ്ങളെ മാറ്റാനുള്ള കഴിവുണ്ട്. എന്നിട്ട് വനുൻശിയകും ഫീമാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്ത രൂപത്തിലേക്ക് നിങ്ങളെ മാറ്റം വരുത്താൻ വലിയ കഴിവ് നമുക്കുണ്ട്. ഈ ഉമ്മത്തിലും അങ്ങനെ നടന്നിട്ടില്ലേ? നടന്നിട്ടുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാരങ്ങനെ കണ്ടിട്ടുണ്ട്. രൂപഭാവങ്ങൾ മാറിയത് എത്ര പേരുണ്ട്. ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇമാമിൻ്റെ മുന്നിൽ തലയുയർത്തുന്ന ആളുകൾ, ഇമാമ് റുക്കൂയിൽ നിന്നും സുജൂദിൽ നിന്നും തല ഉയർത്തുന്നതിൻ്റെ മുമ്പ് തലയുയർത്തുന്നവർ, അവർ പേടിക്കണം, അവരെ തല അതേ കഴുതൻ്റെ തല പോലെയായി മാറുമെന്ന് പേടിക്കണം എന്ന് പറഞ്ഞത് കാണാം ഹദീസിൽ. കാരണം ഇമാമിനോട് പിൻപറ്റി നിൽക്കുന്നവൻ ഇമാം തല ഉയർത്തിയിട്ടാണല്ലോ ഉയർത്തേണ്ടത്, അതിൻ്റെ മുന്നിൽ ഉയർത്താൻ പാടില്ല. ബഹുമാനപ്പെട്ട അബൂ അൽഖമർ റളിയല്ലാഹു അൻഹു പറയുന്നൊരു സംഭവം കാണാം. ഞങ്ങളൊരു വലിയ കച്ചവട സംഘത്തിൽ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളൊരാളെ അമീറാക്കി നിശ്ചയിച്ചു. ഒരു സംഘമാകുമ്പോൾ ഒരാൾ അമീർ ഉണ്ടാകുമല്ലോ, അമീറാക്കി നിശ്ചയിച്ചു. അയാളെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ യാത്ര ചെയ്യും. അയാൾ പറയുമ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങും. അങ്ങനെ അയാളുമായിട്ട് അയാളെ ക്യാപ്റ്റനാക്കി ഇങ്ങനെ കൊണ്ടുനടക്കുകയാണ്. ഒരു സ്ഥലത്ത് അയാൾ വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങാൻ പറഞ്ഞു. ഇറങ്ങിയപ്പോൾ വഹുവ യസ്തിമു അബാബക്കറിൻ വ ഉമറ,
ആ മനുഷ്യൻ അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുവെ ചീത്ത പറയുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഇതൊരു നിലക്കും നിങ്ങൾക്ക് യോജിച്ച കാര്യമല്ല, ഈ പണി നിങ്ങൾ ചെയ്യരുത്, ഞങ്ങൾ അമീറാണ്, നേതാവാണ്. ഞങ്ങൾ കേൾക്കെ ഞങ്ങളോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റിയും ഉമർ റളിയല്ലാഹു അൻഹുവിനെ പറ്റിയും നിങ്ങൾ കുറ്റം പറയരുത്. പിറ്റേന്നൊരു ദിവസം ഞങ്ങൾ താമസിച്ച് പിറ്റേന്ന് ഞങ്ങൾ നോക്കുമ്പോൾ വാഹനങ്ങളൊക്കെ ശരിപ്പെടുത്തി പോകാൻ വേണ്ടി ഇപ്പോൾ സമ്മതം തരുമെന്ന് കരുതിയിട്ട് അമീർ എന്നാൽ എല്ലാവരും യാത്ര ചെയ്തോളൂ എന്ന് പറയും. അപ്പോൾ എല്ലാവരും പോകല് വിളിച്ചു പറയുമെന്ന് കരുതി ഞങ്ങൾ കാത്തു നിൽക്കുമ്പോൾ അതാ ഈ മനുഷ്യൻ തൻ്റെ ടെൻറ്റിൽ അയാളിങ്ങനെ ചമ്രം പടിയിട്ടിരിക്കുന്നുണ്ട്. പോയി ഞങ്ങൾ തുറന്ന് അയാളെ ശരീരത്തിൻ്റെ മേലെ അയാൾ വസ്ത്രം മൂടിയിട്ടുണ്ട്. ഞങ്ങൾ തുറന്നു നോക്കുമ്പോൾ അയാളുടെ 2 കാലുകളും പന്നിയുടെ കാല് പോലെ ആയിട്ടുണ്ട്. അയാളുടെ കാല് അപ്പടി മാറിയിട്ടുണ്ട്, പന്നിയുടെ കോലം പോലെ ആയിട്ടുണ്ട്. ഞങ്ങൾ അദ്ദേഹത്തിനുള്ള വാഹനത്തെ ശരിയാക്കി കൊടുത്തു. എന്നിട്ടതാ പിടിച്ച് ബാക്കി ഭാഗങ്ങളൊക്കെ അങ്ങനെയുണ്ട്. അത് അയാളെ എടുത്തിട്ട് വാഹനത്തിലേക്ക് ഞങ്ങൾ വെച്ചു കൊടുത്തു. വാഹനത്തിൽ നിന്ന് അയാൾ വീണ്ടും ചാടി വീണുപോയി. അങ്ങനെ അതാ ആ പന്നിയുടെ കാലുമായിട്ട് പോകുന്ന മനുഷ്യൻ പിന്നെ ശരീരത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ മുഴുവനും പന്നിയുടെ അതേ പരുവത്തിലേക്ക് മാറിയിട്ട് കാട്ടിലേക്ക് അങ്ങ് പോയി, പന്നിയോട് കൂടെ ചേർന്നു. പന്നികൾ ഇങ്ങനെ നടക്കുമ്പോ ഞങ്ങളിൽ ഒരാളെയും തിരിച്ചറിയാതെ പന്നികളെ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിട്ട് അയാൾ അങ്ങനെ പോകുന്നു. എന്തേ രൂപഭാവങ്ങൾ മാറാനുള്ള കാരണം? ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇവരെ കുറ്റം പറഞ്ഞതാണല്ലോ കാരണം. റബ്ബ് തആല അങ്ങനെ മാറ്റിക്കളയും. അതുകൊണ്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അമാ യഖ്ശല്ലദീ യർഫഉ റഅസഹു ഖബലൽ ഇമാം, ഇമാമിന്റെ മുമ്പ് തല ഉയർത്തുന്നവൻ പേടിക്കുന്നില്ലേ? അയ്യുഹവ്വിലല്ലാഹു റഅസഹു റഅസ ഹിമാർ. സ്വഹീഹ് മുസ്ലിമിൽ ഇമാം മുസ്ലിം തങ്ങൾ കൊണ്ടുവന്ന ഹദീസാണ്. അവന്റെ തല അല്ലാഹു കൈതന്റെ തലയാക്കൂലേ? ചില ആൾക്കാരങ്ങനെ വേഗം പോകുന്നൊരു പോക്കുണ്ട്. അള്ളാന്ന് പറയുമ്പോൾ റുക്കൂലെത്തിണ്ടാവും, സമയാന്ന് പറയുമ്പോൾ ഇത്തിദാലെത്തിണ്ടാവും. ഇമാം ഉയർന്നിട്ടാണ് ഉയരേണ്ടത്. അങ്ങനെ ഒരു ധൃതിയാണ് ആളുകൾക്ക്. ഒരു സൂറത്തിൻ്റെ അവസാനം ഇന്നഹു കാന തവ്വാബ എന്ന് പറയുമ്പോഴേക്ക് 2 കൈയും താത്തിയിട്ട് ഓലിങ്ങനെ പോകാൻ റെഡിയായി നിൽക്കുക. ഇന്നഹു കാന തവ്വാബ എന്ന് പറയുമ്പോഴേക്ക് കൈ താത്തിയിടാനായില്ല. ഇമാമ് കൈ താഴ്ത്തിയിട്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് റുക്കൂയിലേക്ക് പോകുമ്പോഴാണ് കൈ താത്തിയിട്ട് റുക്കൂയിലേക്ക് പോകേണ്ടത്. ഒരു സൂറത്ത് അവസാനിക്കുമ്പോഴേക്ക് കൈ താത്തിയിടണമെന്ന് ആരാ പറഞ്ഞ്? അങ്ങനെ ആൾക്കാർ മൊത്തം കോലങ്ങനെ. ജുമക്കൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. സൂഫി ഇബ്രാഹിം മൂസ എന്ന് പറയുമ്പോഴേക്ക് സൂഫി ഇബ്രാഹിമ മൂസ അല്ലേ? എത്ര വലിയ തിരക്കാളുകൾക്ക്! എന്തിനതിൻ്റെ ആവശ്യം? സൂഫി ഇബ്രാഹിം മൂസ എന്നുള്ളത് ഓരോ കൈ എടുത്തിട്ടാണ് സിഗ്നലൊന്നുമല്ല. അത് ഇമാമ് കൈ ഇങ്ങനെ ഉയർത്തിയിട്ട് ഇമാമ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് പോകുമ്പോഴാണ് നമ്മളും അങ്ങനെ ഉയർത്തേണ്ടത്. ഇമാമ് സുജൂദിൽ അഥവാ തസ്ബീഹ് ഒന്ന് പതുക്കെ ഇങ്ങനെ ആക്കും പോലെ ചെല്ലാണ്. പതുക്കെ ചെല്ലുന്ന ആൾക്കാരുണ്ടാവില്ല, അവർക്കൊന്ന് ആശ്വാസമായിക്കോട്ടെ. 3 വട്ടം തന്നെ ഇമാമ് ചെല്ലുന്നുള്ള ഏറൊന്നും ചെല്ലുന്നില്ല. നമ്മൾ ധൃതി കൂട്ടി തല പൊക്കാൻ പറ്റൂല. ആ തല പൊക്കുന്നത് വലിയ ഗൗരവമുള്ള സംഗതിയാണ്. അവിടെ കോലം മാറും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ് നമ്മുടെ ഈ വിഷയത്തിന്റെ ഒരു തെളിവ്. അലാ അന്നുബദ്ദില അംസാലക്കും വനുൻഷിയക്കും ഫീമാ ലാ തഅലമൂൻ വലഖദ് അലിംതുമുൻ നശ്അതൽ ഉഖ്റാ നശ്അതൽ ഊലാ ഫലൗലാ തദക്കറൂൻ. ഒന്നാമത്തെ സൃഷ്ടിപ്പിനെ പറ്റി നിങ്ങൾക്ക് നല്ല ബോധമില്ലേ? അള്ളാഹു ചോദിക്കാണ്. നമ്മളിപ്പോൾ ഒന്നാമത്തെ സൃഷ്ടിപ്പിലല്ലേ ഉള്ളത്? ഒന്നാമത്തെ സൃഷ്ടിപ്പ് പറഞ്ഞാൽ ഏതാണ്? നുതുഫത്തിൽ നിന്ന് മാറിയിട്ട് അലക്കത്തിലേക്ക് പോയി, ഇന്ദ്രിയത്തുള്ളി ബീജത്തുള്ളി മാറിയിട്ട് രക്തത്തുള്ളിയിലേക്ക് പോയി, പിന്നത് മാംസപിണ്ഡമായി മാറി, പിന്നതിന് എല്ലും ശരീരത്തിൻ്റെ ഭാഗങ്ങളും വന്നു, മാംസങ്ങൾ അതിലേക്ക് പൊതിഞ്ഞു വന്നു, ആ എല്ലിനെ പൊതിഞ്ഞു. അങ്ങനെ അല്ലാഹു തആല ഒരു സൃഷ്ടിയാക്കി ഇങ്ങോട്ട് രൂപപ്പെടുത്തി. ആ നശ്അത്തുൽ ഊല ഓർമ്മയുണ്ടല്ലോ. ഒന്നാമത്തെ സൃഷ്ടിപ്പ് ഓർമ്മയുണ്ടെങ്കിൽ രണ്ടാമത്തതും ഓർമ്മ വേണം. എങ്ങനെ രണ്ടാമത്തതിനെ മനുഷ്യൻ നിഷേധിക്കുക? അജബൻ കുല്ലൽ അജബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്ഭുതമേ മഹാ അത്ഭുതം ലിൽ മുകദ്ദിബി ബിന്നശ്അത്തിൽ ആഖിറ. രണ്ടാമത്തെ സൃഷ്ടിപ്പ് അവസാനത്തെ സൃഷ്ടിപ്പിനെ കളവാക്കുന്നവന്റെ കാര്യം അത്ഭുതം. വഹുവ യറൻ നശ്അത്തൽ ഊലാ.
ഒന്നാമതെങ്ങനെ സൃഷ്ടിച്ചു എന്നത് അവൻ തർത്തീബായി പറഞ്ഞു തരുന്നുണ്ട്. എങ്കിൽ അങ്ങനെ തർത്തീബായി പടച്ച റബ്ബിന് രണ്ടാമതൊന്ന് പടക്കാൻ കഴിവില്ലയോ? അതേ, രണ്ടാമത്തെ സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഉള്ളതിനെ പോലത്തെ ഒരു അവസ്ഥ മാറി മറിഞ്ഞു വരുന്നുണ്ട്. കോലം മാറ്റാൻ കഴിവുള്ള അള്ളാഹുവിന് നിങ്ങളെ ഈ ശരീരവും ഭാവങ്ങളൊക്കെ മറ്റൊരവസ്ഥയിലേക്ക് മണ്ണിനോട് ചേർന്ന് മാറ്റിയിട്ട് ഒന്നാമത്തെ സൃഷ്ടിപ്പും നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഫലൗലാ തദക്കറൂൻ, എന്തേ നിങ്ങളത് ഓർമ്മിക്കാത്തത്? ഓർമ്മയുണ്ടല്ലോ. എന്നാൽ രണ്ടാമത്തെ സൃഷ്ടിപ്പും ഇതാ, അതിൻ്റെ തെളിവും ഒന്നാമത്തെ സൃഷ്ടിപ്പിലുണ്ട്. ഒന്നാമത് നിങ്ങൾ സൃഷ്ടിച്ചത് ഇല്ലായ്മയിൽ നിന്നല്ലേ, ജീവനില്ലല്ലോ, അചേതന വസ്തുവിൽ നിന്നല്ലേ. രണ്ടാമത് സൃഷ്ടിക്കുമ്പോൾ അചേതന വസ്തുവിൽ നിന്നല്ല, കാരണം ആത്മാവുകൾ സുരക്ഷിതമായിട്ടുണ്ട്. പിന്നെയോ അതിൻ്റെ ശരീരഭാഗങ്ങളും മറ്റുമല്ലേ. അതൊന്ന് ഒരുമിച്ച് കൂട്ടാനും ഒന്ന് സംഘടിപ്പിക്കാനും അതിലേക്കൊന്ന് ക്ലിയറായി കൊടുക്കാനും അല്ലാഹു തആലക്ക് ഇത്ര പണിയുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പൊ പരിവർത്തനം മനുഷ്യൻ അല്ലാഹു തആല വരുത്തുന്നത് കൂടുതൽ ചിന്തിക്കാനും കൂടുതൽ ഉൾക്കൊള്ളാനും വേണ്ടിയാണ്. മനുഷ്യൻ അവന്റെ അവസ്ഥയെപ്പറ്റി ശരിക്ക് ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അങ്ങനല്ലേ മനുഷ്യന്മാരെ കോലം? ഘട്ടങ്ങൾ പലതും കഴിഞ്ഞിട്ടുണ്ടാകും. ചില ആളുകൾ ഒന്നാമത്തെ ഘട്ടത്തിൽ പരാജിതരായിരിക്കും, രണ്ടാമത്തെ ഘട്ടത്തിലോ വിജയികളായിരിക്കും. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഒന്നാമത്തെ ഘട്ടത്തിൽ സുഖലോലുപനായിട്ട് ജീവിച്ച ആളായിരുന്നു. ബൽഖ് നാട്ടിന്റെ രാജാവല്ലേ, കൊട്ടാരത്തിലല്ലേ ജീവിക്കുന്നത്. കൊട്ടാരത്തിൽ ജീവിച്ച ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു ആരായി? റഈസുസ്സാഹിദീൻ, ത്യാഗിവര്യന്മാരുടെ നേതാവായി മാറിയില്ലേ? കൊട്ടാരമുറ്റത്ത് വന്ന ഒരു ഫക്കീറിനെ കണ്ടപ്പോൾ മനംമാറ്റം വന്നു. ഉച്ചഭക്ഷണം കഴിച്ചിട്ട് ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പുറത്തേക്കൊന്ന് തലയിട്ട് നോക്കി. കൊട്ടാരത്തുനിന്ന് നോക്കുമ്പോൾ മുറ്റത്തെ ഒരു മരത്തിൻ്റെ തണലിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഒരു വസ്ത്രം വിരിച്ച് ഒരു സഞ്ചിയിൽ നിന്നൊരു പാത്രം എടുത്ത് ആ പാത്രത്തിൽ നിന്ന് ഒരു ഉണക്കറൊട്ടി എടുത്ത് വേറൊരു പാത്രത്തിലെ വെള്ളത്തിൽ കുറേ നേരം മുക്കി വെച്ച് അതിങ്ങനെ കയ്യിലെടുത്തിട്ട് പതുക്കെ പതുക്കെ പൊടിച്ചിങ്ങനെ തിന്നാണ്. പഴയ കാലത്തെ റൊട്ടി അങ്ങനെയാണ്. ആ റൊട്ടിക്ക് ഉണക്കം കൂടിയാൽ പിന്നെ കുറേ നേരം മുക്കേണ്ടി വരും. ആ റൊട്ടി ഓർമ്മ ഉണ്ടോ? ഇപ്പോഴുള്ള റൊട്ടിയല്ല, ഇപ്പോഴുള്ള റൊട്ടി ഇങ്ങനെ ആകുമ്പോൾ അതിന് പൊടിഞ്ഞു പോലെ. പഴയ കാലത്തെ റൊട്ടി എന്ന് പറഞ്ഞാൽ ഉമ്മാരിങ്ങനെ വായൻ്റെ ഇലയിൽ ഇങ്ങനെ പരത്തുന്ന റൊട്ടിയില്ലേ, ഉമ്മാരെ കയ്യിൻ്റെ അടയാളമൊക്കെ ശരിക്കും അങ്ങനെ കാണാം, വർക്കത്തിൻ്റെ വിരലിൻ്റെ അടയാളങ്ങളൊക്കെ. വായൻ്റെ ഇലയിലാണ് ചൂടുക. ഇവിടെ അതൊന്നുമില്ല. അടാന്ന് പറയല്? ആ, അടാന്നാണെങ്കിൽ അട. ഇതങ്ങനത്തെ അല്ല, അത് റൊട്ടിയാണ്, കട്ടി റൊട്ടിയാണ്. ആ, കട്ടിയുള്ള റൊട്ടി, അത് വായൻ്റെ ഇലയിലാണ് ചുടുക. പക്ഷെ അതിന്മേൽ വിരലിൻ്റെ അടയാളങ്ങളൊക്കെ ഇങ്ങനെ കാണും ശരിക്കും. അതങ്ങനെ 10 മണിയായത് ഉച്ചവരെ ആയാൽ കുറച്ചുകൂടി മുറുക്കം കൂടും, ഉറപ്പ് കൂടും. വൈകുന്നേരം ആയാലോ പിടിച്ച് റെഡിയാക്കേണ്ടി വരും. പിറ്റേന്നായാൽ നല്ല ആരോഗ്യമുള്ളവർക്ക് പൊട്ടിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ അങ്ങനെ കൂടി വരും, പെട്ടെന്ന് കേടുവരൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു റൊട്ടി എടുത്തിട്ട് ഈ പാവപ്പെട്ട മനുഷ്യൻ വെള്ളത്തിൽ ഇങ്ങനെ മുക്കിയിട്ട് അങ്ങനെ പതുക്കെ പതുക്കെ കഴിക്കുകയാണ്. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു ഇങ്ങനെ നോക്കുന്നു അദ്ദേഹത്തെ. പടച്ചോനെ, ഞാനും നിൻ്റെ ഒരു സൃഷ്ടിയാണ്. ആ മരത്തണലിൽ വിശ്രമിക്കുന്ന ആളും നീ കൊടുത്ത ഭക്ഷണമാണ് ഭക്ഷിക്കുന്നത്. എൻ്റെ തീന്മേശയിലെ വിഭവങ്ങൾ എനിക്ക് തികയുന്നില്ല. അദ്ദേഹത്തിന് ഒരു പരാതിയില്ല. ആ ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് ഒരു മുണ്ടും വിരിച്ച് ആ കാറ്റത്ത് ഉറങ്ങാണ്. ആ മനുഷ്യനെ പറ്റി ഇങ്ങനെ ആലോചിച്ചിട്ട് ഭൃത്യനോട് പറഞ്ഞു, അദ്ദേഹം ഉറക്കത്തിൽ നിന്ന് ഉണർന്നാൽ ഉടൻ എങ്ങോട്ടൊന്ന് വരാൻ പറയണം. ഒരു പാവപ്പെട്ട മനുഷ്യൻ. ആ മനുഷ്യനെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. അടിമ പോയിട്ട് വിളിച്ചപ്പോൾ അയാൾ ആകെ ഞെട്ടി. എന്നെ കൊട്ടാരത്തിലേക്കോ? രാജാവ് വിളിക്കേ? അങ്ങനെ എന്താ പത് സംഗതി? ഒരു മുഷിഞ്ഞ ശരീരം, ഒരു ഫക്കീറാണ്, ഒരു മുസാഫിറായിട്ട് ഇങ്ങനെ പോകാന്ന്. ആ ഒരു മരത്തണൽ കണ്ടപ്പോൾ ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും അവിടെ ഒരുങ്ങിയതാണ്. അദ്ദേഹത്തോട് ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു ചോദിക്കാണ്, ഭക്ഷണം കഴിച്ചോ? ഓ അൽഹംദുലില്ലാ, റാഹത്തായി കഴിച്ചു. എന്താ കഴിച്ചത്? ഉണക്കറൊട്ടിയാണ്. ആ ഉണക്കറൊട്ടിക്ക് അദ്ദേഹം പറഞ്ഞ ആ അൽഹംദുലില്ലാ ഇല്ലേ, നിങ്ങൾ വിശ്രമിച്ചിട്ട് വല്ല പോരായ്മയും സുന്ദരമായിട്ട് ഉറങ്ങി, ഒരു പ്രശ്നവുമില്ല, ഒരു കുഴപ്പമില്ല, ശരീരത്തിന് കുഴപ്പമില്ല, കിടന്നിടത്ത് കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല. സുന്ദരമായിട്ട് അല്ലാഹു തആല ഹലാലാക്കിയ മരുഭൂമിയിൽ അള്ള സൃഷ്ടിച്ച മരത്തിൻ്റെ കാറ്റും
പരിസരത്തുള്ള സുഖസുന്ദരമായ കാറ്റും അനുഭവിച്ച് നന്നായി ഉറങ്ങി, നല്ല വെള്ളം കുടിച്ചു. ആ മനുഷ്യന് അള്ളാഹു നൽകിയ അനുഗ്രഹത്തിൻ്റെ വലുപ്പവും റബ്ബിനോടുള്ള നന്ദിബോധവും ഫഖീറായ രൂപത്തിൽ ഇങ്ങനെ കണ്ടപ്പോ ഹജറുത്തുൽ ഖൽഖ തുറം ഫീ ഹവാക വഅയ്തംതുൽ ഖിയാല ലികൈ അറാക. അന്ന് തന്നെ ഭാര്യമാരെ വിളിച്ചു, മക്കളെ വിളിച്ചു. ജീവിക്കാൻ യഥേഷ്ടം സമ്പത്ത് അവർക്കെല്ലാം വിഹിതിച്ചു കൊടുത്തു. മഹാനവറുകൾ യാത്ര പുറപ്പെട്ടു. സുഹൃദിന്റെ തേരിലേറിയ യാത്രയാണ്. കുടുംബക്കാരെയും മക്കളെയും ഒക്കെ ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ മൊഴി ചൊല്ലി എന്നല്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗം തേടിയിട്ടുള്ളൊരു യാത്രയാണ്. തിരിച്ചു വരാൻ അള്ളാഹു തൗഫീഖ് നൽകിയാൽ തിരിച്ചു വരും, കാണാൻ പറ്റിയാൽ കാണും. യഥേഷ്ടം അവർക്ക് ജീവിക്കാനുള്ള വരുമാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആരെയും അനാഥരാക്കിയിട്ടില്ല. സനാതകർ തന്നെയാണ് അവർക്കൊക്കെ ജീവിക്കാൻ എമ്പാടും കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ത്യാഗത്തിലേക്ക് പോകട്ടെ. ത്യാഗബോധത്തോടെ അങ്ങനെ പോയി. പോകുന്ന യാത്രയിൽ എത്രമാത്രം പിന്തിരിപ്പന്മാര് വന്നു. ഇബ്ലീസ് എത്ര പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ട് മുടക്കി, പക്ഷേ പിന്തിരിഞ്ഞില്ല. ഇബ്രാഹിം നദ്വഹന് പിന്നെ ശിഷ്യന്മാർ കൂടി ഇൽമിന്റെ വഴിയിൽ കുറേ സഞ്ചരിച്ച് ശിഷ്യന്മാർ കൂടി ശിഷ്യന്മാരൊത്ത് വിശുദ്ധ ഹറമിൽ പോയപ്പോൾ, ഹറമിലെത്തിയപ്പോൾ മത്താഫിൽ ഇങ്ങനെ തൊവാഫ് ചെയ്യുന്നതിനിടയ്ക്ക് മകനെ കണ്ടു. ഇവരൊക്കെ ഒഴിവാക്കി വന്നതാണല്ലോ. ഇനിയും ആ മകനുമായിട്ട് ഇപ്പൊ ചങ്ങാത്തം കൂടിയാൽ എൻ്റെ ഈ അവസ്ഥകളൊക്കെ മുടങ്ങിപ്പോകുമോ എന്ന് മനസ്സിൽ വല്ലാത്തൊരു ഭയം. മകനെ കണ്ടപ്പോൾ അവിടുന്ന് സ്ഥലം വിട്ടു. കൂടുള്ള ഒരാളോട് പറഞ്ഞു, ആ മത്താഫിൽ തൊവാഫ് ചെയ്യുന്നവരിൽ എൻ്റെ മോനുണ്ട്. പക്ഷേ റബ്ബേ, നിന്നെ കാണാൻ വേണ്ടി നിന്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് മക്കളെയും ഭാര്യയും എല്ലാവരെയും ഒഴിച്ചിട്ടല്ലേ ഞാൻ പോരുന്നത്. ആ പോന്ന പോക്കിന് തടസ്സമാകരുത്. എൻ്റെ ഒരു മകനുണ്ട് മത്താഫിൽ തവാഫ് ചെയ്യുന്നവരിൽ, അന്വേഷിച്ചെന്റെ സലാം പറയൂ. തെരഞ്ഞു പിടിച്ചു, കണ്ടെത്തിയിട്ട് സലാം പറഞ്ഞപ്പോൾ നിങ്ങളെ ഉപ്പ നിങ്ങൾക്കൊരു സലാം പറഞ്ഞിട്ടുണ്ട്. മകനപ്പോൾ വല്ലാത്ത ദാഹം ഉപ്പയെ കാണാൻ, ഇപ്പോൾ നിങ്ങൾ കാണാൻ വരരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വന്നാൽ നിങ്ങളോടുള്ള വാത്സല്യം കൊണ്ട്, നിങ്ങളുമായുള്ള സൗഹൃദം കൊണ്ട് ഇപ്പോൾ അനുഭവിക്കുന്ന ത്യാഗോജലമായ ജീവിതത്തിന് തകരാറ് പറ്റുമോ എന്ന് പേടിയുണ്ട്. മകൻ സലാം മടക്കി. ബാപ്പയ്ക്ക് വേണ്ടി ദ്വാരുന്നു, ബാപ്പയുടെ ദീർഘായുസിന് വേണ്ടി ദ്വാരുന്നു. ബാപ്പയെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. തുടക്കകാലത്ത് എങ്ങനെയായിരുന്നു ജീവിതം, പിന്നെ അല്ലാഹു മാറ്റിക്കൊടുത്തു. വലഖദ് അലിംതുമുൻ നശ്അതൽ ഊലാ ഫലൗലാ തദക്കറൂൻ. ആദ്യഘട്ടം ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളെല്ലാവരും അവരുടെ കൗമാരഘട്ടം ഒന്ന് ആലോചിച്ചു നോക്കൂ. എത്ര ചിന്തകളെ കൊണ്ട് നമ്മുടെ ജീവിതം പരിവർത്തിതമായിട്ടുണ്ട്. യൗവനത്തിന്റെ തുടിപ്പിൽ എന്തെല്ലാം വിഷയങ്ങളിൽ നാം മുഴുകിയിരുന്നു. അതിൽ നിന്ന് മാറ്റത്തിന് കാരണമായതൊരു പക്ഷേ ഒരു മരണമായിരിക്കും, അല്ലെങ്കിൽ ഒരു രോഗമായിരിക്കും, അല്ലെങ്കിൽ ഒരു കാലദുരന്തമായിരിക്കും, അല്ലെങ്കിൽ പരിസരത്ത് സംഭവിച്ച ഒരു വലിയ മുസീബത്തായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ സ്വത്തിലോ കുടുംബത്തിലോ മറ്റോ വന്നൊരു വിള്ളലോ വീഴ്ചയോ ആയിരിക്കും. എന്തെങ്കിലും ഒരു സിഗ്നലുകളെ കൊണ്ട് മാറ്റം വന്നില്ലേ? ഇത് ഓർമ്മപ്പെടുത്തിയിട്ട് അല്ലാഹു പറയാണ്, വലഖദ് അലിംതുമുൻ നശ്അതൽ ഊലാ. ഒന്നാമത്തെ ഘട്ടം ഓർമ്മയുണ്ടോ? ഇപ്പൊ മാറിയതും നിങ്ങളെ ജീവിതത്തിൽ തന്നെ ഓർമ്മയുണ്ടോ? എന്നാൽ സൃഷ്ടിപ്പിലും ഉണ്ടങ്ങനെ രണ്ട് ഘട്ടം. ഒന്നാം ഘട്ടം മറക്കരുത്, രണ്ടാമത്തെ ഘട്ടവും വരാനുണ്ട്. എത്ര മഹാരഥന്മാരെങ്ങനെ മാറിയിട്ടുണ്ട്. മാറാൻ വിവിധ കാരണങ്ങൾ അവർക്ക് പ്രേരകമായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു അങ്ങനെ മാറിയ കൂട്ടത്തിൽപ്പെട്ട വലിയൊരു മഹാനാൻ. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു കൂട്ടത്തിൽപ്പെട്ട മഹാനല്ലേ. ഇബ്നു കസീർ അങ്ങനെ രേഖപ്പെടുത്തിയ ചരിത്രം കാണാം. എന്നും ഇങ്ങനെ വഴിയോരങ്ങളിലൂടെ കറങ്ങി നടക്കുന്ന ചെറുപ്പക്കാരനായ ഫുളൈൽ ഇബ്നു ഇയാദ് ഒരു പെൺകുട്ടിയെ കണ്ടു. ആ പെൺകുട്ടിയെ അന്ന് രാത്രി ആ പെൺകുട്ടിയെ സമീപിക്കണമെന്ന് കരുതിയിട്ട് ആ പെൺകുട്ടിയുടെ വീടിന്റെ ചുമരിന്റെ ഭാഗത്ത് ഒളിച്ചിരുന്നു.
അപ്പോഴാണ് ഉള്ളിൽ നിന്ന് ഒരു ഖാരിഇന്റെ ശബ്ദം കേൾക്കുന്നത്. അലം യഅനിലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. വിശ്വാസികൾക്ക് ഇനിയും അവരുടെ മനസ്സ് അള്ളാഹുവിലേക്ക് തിരിക്കാൻ, റബ്ബിനെ സ്മരിക്കാൻ, അവരെ മനസ്സിനെ പാകപ്പെടുത്താൻ ഇനിയും നേരമായിട്ടില്ലയോ എന്ന ഒരു ചോദ്യം ശരിക്കും മനസ്സിലങ്ങ് തട്ടി. കാരണം ഞാനൊരു മുഅ്മിനാൻ, എനിക്ക് അല്ലാഹു ഖൽബ് തന്നിട്ടുണ്ട്. ഈ ഖൽബ് കൊണ്ട് ഈ പെൺകുട്ടിയെ പ്രണയിക്കുന്നതിനേക്കാളും അപ്പുറം അള്ളാഹുവിൻ്റെ ഓർമ്മയിലേക്ക് എൻ്റെ മനസ്സ് തിരിക്കേണ്ടതുണ്ട്. ദിക്റുല്ലാഹിയിലേക്ക് എൻ്റെ മനസ്സ് ഒതുങ്ങേണ്ടതുണ്ട്. റബ്ബിനെ പറഞ്ഞിട്ടും ഓർത്തിട്ടും എൻ്റെ മനസ്സ് ഒതുങ്ങേണ്ടതുണ്ട്, സമാധാനം കൊള്ളേണ്ടതുണ്ട്. ആ ആയത്തങ്ങ് മുഴുമിപ്പിക്കുമ്പോഴേക്ക് പറഞ്ഞു, ബലാ, അതെ, എനിക്ക് നേരമായിട്ടുണ്ട്. പിന്നെ പെൺകുട്ടിയെ കാണേണ്ടതില്ല, ആ പെൺകുട്ടിയോട് പ്രണയം വെക്കേണ്ടതില്ല. മഹാനവർകൾ തൗബ ചെയ്തു, നേരത്തെയുള്ള പ്രവൃത്തിയിൽ നിന്നെല്ലാം മടങ്ങി. നേരത്തെ കയ്യൂക്കിന്റെ പേരിൽ കാര്യക്കാരനാകുക എന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. എവിടെങ്കിലൊക്കെ ഒറ്റക്ക് ആൾക്കാരൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഒന്ന് പിടിച്ച്, എന്താ പോക്കറ്റില് കാശില്ല, നോക്കട്ടെ, കാശൊക്കെ വാങ്ങിയിട്ട് അന്നാഞ്ഞ് പോയിക്കോന്നൊക്കെ പറയും. അല്ലെ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ വാങ്ങും. ഇതുകൊണ്ട് തന്നെ ഈ ഫുലൈൽ ബിൻ ഇയാദ് ഏതെങ്കിലും ഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിൽ പോലീസുകാരുണ്ടെങ്കിൽ ഒന്ന് സിഗ്നൽ അടിക്കുമ്പോൾ ആൾക്കാരൊക്കെ പറയും, ശ്രദ്ധിക്കണം കേട്ടോ, അവിടെ ഫുലൈലുണ്ട്. ഖുദു അമാമക്കും ഖുദു ഹിദ്റക്കും ഫൈന്ന ഫുലൈലുക്കും അമാമ. ഫുലൈൽ മുന്നിലുണ്ട്, നല്ലോണം കരുതി പോകണം എന്ന് പറയും. പക്ഷെ അന്ന് ഈ രാത്രി കഴിഞ്ഞ് പിറ്റേന്നും അങ്ങനെ നിൽക്കുമ്പോൾ ആളുകൾ അങ്ങനെ പറഞ്ഞു, സാധാരണ പറയും പോലെ, അവിടെ ഫുലൈലുണ്ട്, കാശൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം സൂക്ഷിച്ച് ശ്രദ്ധിച്ചു പോകണം എന്ന് പറഞ്ഞു. അപ്പൊ മഹാനവറുകൾ വിളിച്ചു പറഞ്ഞു, ഇല്ല, നിങ്ങളെ കാശ് എനിക്ക് വേണ്ട. ഞാൻ ഇവിടെ നിൽക്കുന്നതിന് തട്ടിപ്പറിക്കാനോ പോക്കറ്റടിക്കാനോ ഭീഷണിപ്പെടുത്താനോ അല്ല. കുറെ ആളുകളുടെ കയ്യിൽ നിന്ന് ഞാൻ പറ്റിയതൊക്കെ തിരിച്ചു കൊടുക്കാനാണ്. ആരിൽ നിന്നെല്ലാം ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്, അവരെയൊക്കെ കണ്ടിട്ട് എൻ്റെ ഖാലിസായ തൗബക്ക് വേണ്ടി ഞാൻ ഒരുങ്ങിയിട്ടുണ്ട്, എൻ്റെ മനസ്സിനെ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഹക്കടപാടുകളിൽ നിന്നും ഒഴിവാകേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് ആരിൽ നിന്നെല്ലാം എടുത്തു അതവർക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. പിന്നെ മഹാനവർകൾ ആരായി തീർന്നു? സുമ്മ സ്വാറ അലമൻ യുഖ്തദാ ബിഹി വയുഹ്തദാ ബികലാമിഹി. പിന്നെ കണ്ടാൽ അനുകരിക്കാൻ പറ്റുന്ന നേതൃത്വമായി മാറി. ആ വാക്ക് കേട്ടാൽ സ്വീകരിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് ഉയർന്നുപോയി. ആ ഫുലൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാക്കാണ്, ലൗ അന്നദ്ദുന്യാ കുല്ലഹാ ഹലാൽ. ദുനിയാവ് മൊത്തം ഹലായാലായാലും ഉഹാസബു ബിഹാ, വിചാരണ നടത്തപ്പെടുന്നൊരു വിഷയമാണല്ലോ ദുനിയാവ്. അപ്പോൾ ആ ദുനിയാവിന് എനിക്ക് മ്ലേച്ഛമായി തോന്നുന്നുണ്ട്. കമായ തഖദ്ദറു അഹദുകുമുൽ ജീഫാ, ശവം നിങ്ങൾക്കൊരാൾക്ക് മലിനമായി തോന്നുന്നത് പോലെ വസ്ത്രത്തിലേക്ക് നിങ്ങൾ നടന്നു പോകുമ്പോൾ ശവത്തിൻ്റെ ഒരു തുള്ളിയോ അതിൽ നിന്നൊരു കഷ്ണമോ തെറിക്കുമെന്നൊരു ഭയം തോന്നാറില്ലേ? അതുപോലെ ദുനിയാവ് മൊത്തം എത്ര സ്വീകരിച്ചാലും ഹിസാബ് വരാനുള്ളത് കൊണ്ട് എനിക്കത് മലിനമായി തോന്നുന്നു. പിന്നീട് ആ ഫുലൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹുവിന് ശിഷ്യഗണങ്ങൾ എത്ര അധികരിച്ചു. നേരത്തെയുള്ള അവസ്ഥയൊക്കെ മാറി, സ്വഭാവങ്ങളും വാക്കുകളും രൂപങ്ങളും ഭാവങ്ങളും ഒക്കെ മാറി. സഹോദരന്മാരെ, അല്ലാഹു തആല ഈ ആയത്തിലൂടെ പഠിപ്പിച്ച രണ്ടാമത്തൊരാശയം ഖുർആൻ പണ്ഡിതന്മാർ വിവക്ഷിച്ചതാണ് ഞാൻ ഈ പറഞ്ഞത്. വലഖദ് അലിംതുമുൻ നശ്അത്തൽ ഊലാ ഫലൂലാ തദക്കറൂൻ. ഒന്നാമത്തെ ഘട്ടമുണ്ടത് മറക്കരുത്. അത് ജീവിതത്തിന്റെ മുന്നിലുള്ള ഘട്ടമാണ്. ഒരു തഫ്സീറിൽ ആദ്യം പറഞ്ഞത്, അഥവാ മനുഷ്യന്റെ പിറവിയുടെ തുടക്കത്തിന്റെ ആ ഘട്ടങ്ങൾ വിവിധ ഘട്ടങ്ങളിലായിട്ട് മാറി വന്നതല്ലേ. അത് ഓർമ്മയുണ്ടെങ്കിൽ ഫലൂലാ തദക്കറൂൻ, റബ്ബ് തരുന്ന രണ്ടാമത്തെ ഘട്ടവും നല്ലോണം ചിന്തിക്കണം, ഓർമ്മിക്കണം, അത് മറക്കാൻ പാടില്ല. ഇതേ രൂപത്തിൽ ജീവിതത്തിന്റെ ആദ്യഘട്ടങ്ങൾ ഓർത്തെടുക്കണം. അതേ പിൽക്കാലഘട്ടത്തേക്ക് അത് ഓർമ്മ വരാനാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഴയകാലത്തെ ജീവിതത്തെക്കുറിച്ച് നല്ലൊരു ഓർമ്മ വേണമെന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? പിന്നെയും പിന്നെയും പുതുമകൾ വർദ്ധിക്കാനാണ്. ആദ്യഘട്ടത്തിൽ നിങ്ങൾ ഫഖീറായിരുന്നോ, എന്നാൽ ഇപ്പോൾ അത് മറക്കരുത്. കാരണം പുതിയ ഘട്ടത്തിലുള്ള സൗകര്യങ്ങളെ സ്വീകരിക്കുമ്പോൾ പഴയ നിലപാടുകൾ ഓർമ്മയുണ്ടെങ്കിൽ പുതിയതിനോടും നിങ്ങൾക്ക് നന്മ വരും.
പുതിയത് അല്ലാഹു തആല തന്ന നിഅമത്താണെന്നും നിങ്ങൾക്ക് തോന്നും. അതേ രൂപത്തിൽ തന്നെ നിങ്ങൾക്കിടയിൽ താഴേക്കിടയിലുള്ളവരിലേക്ക് നോക്കണം. അത് മേലേക്കിടയിലുള്ള ആളുകൾക്ക് അള്ളാഹുവിന്റെ നിഅമത്ത് വലുതായി കാണാൻ വലിയൊരു മാർഗമാണ്. മേലോട്ട് നോക്കരുത്, താഴോട്ട് നോക്കണം. ഉൻദുറൂ ഇലാ മൻ ഹുവ അസ്ഫലുക്കും, നിങ്ങളെ താഴോട്ടുള്ളതിലേക്ക് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് അല്ലാഹു തആല തന്നതൊക്കെ വളരെ വലുതായി തോന്നും. അങ്ങനെ പഴയ കാലത്തെ വല്യപ്പമാര്, ഉമ്മമാരൊക്കെ വല്ല സൗകര്യങ്ങളും ആവശ്യപ്പെടുകയാണെങ്കിൽ മുമ്പ് എങ്ങനെയായിരുന്നു എന്നൊരു ചോദ്യം ചോദിക്കും. ബാപ്പ ഉമ്മാനോട് ചോദിക്കാണ്, നിന്നെ ഞാൻ കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോൾ ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? അപ്പോൾ ഇത്രയും അല്ലാഹു തആല തന്ന് ഇനിയും മതിയായിട്ടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ, ഇനിയൊക്കെ പടിപടിയായിട്ട് കിട്ടിയോളും. അപ്പോൾ പിന്നെ അവിടെ സ്വബറ് വരും. പിന്നെ ആഗ്രഹങ്ങൾ കൂടുതൽ ചോദിക്കാൻ തോന്നില്ല. കാരണം ആ പഴയ ഘട്ടം ഒരു 10, 15 അല്ലെങ്കിൽ 25 ഘട്ടങ്ങൾക്ക് മുമ്പുള്ളതാണ് ആ ഓർമ്മിക്കുന്നത്. അന്ന് ആ ഓർമ്മിക്കുന്ന സമയത്ത് ഇന്നുള്ള നിലവാരത്തെക്കാളും വളരെ കൂടുതൽ ബേക്കിലായിരുന്നു. ഇതൊക്കെ അല്ലാഹു തആല തന്ന അനുഗ്രഹങ്ങളല്ലേ, അതുകൊണ്ട് മറക്കണ്ട എന്ന് പറയും. അല്ലാഹു തആല നമ്മളോട് ജീവിതത്തിൻ്റെ ഘട്ടങ്ങളൊക്കെ ഓർത്തു വെക്കാൻ ഫലൗലാ തദക്കറൂൻ, എന്താ നിങ്ങളത് ഓർക്കാത്തത്? നിങ്ങളത് മറക്കുന്നുണ്ടോ? നിങ്ങളെ പിറവിയുടെ ആദ്യഘട്ടവും ഓർമ്മ വേണം, അവസാനത്തെ ഘട്ടവും ഓർമ്മ വേണം. ആദ്യഘട്ടം ഓർമ്മയുള്ള മനുഷ്യൻ അവസാനത്തെ ഘട്ടത്തെ നിഷേധിക്കുകയില്ല. അല്ലാഹു തആല ഇവിടെ ഒരു തെളിവാണ് നമ്മളോട് ചോദിച്ചത്. ഇനിയും കുറേ തെളിവുകൾ ചോദിക്കുന്നുണ്ട്. കൃഷിയെപ്പറ്റി, അതുപോലെ തന്നെ വെള്ളത്തെപ്പറ്റി, അതേപോലെ തന്നെ തീയിനെപ്പറ്റി അല്ലാഹു തആല തെളിവുകൾ ചോദിക്കുന്നുണ്ട്. ഞാനതിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല. ബാക്കി തെളിവുകൾക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ സദസ്സ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ഒത്തുകൂടിയതും നമ്മൾ ഈ പറഞ്ഞ മുഴുവൻ വിഷയങ്ങളും അല്ലാഹു തആല ഖബൂലാക്കി തരുമാറാകട്ടെ. സൂറത്തുൽ വാഖിയയിൽ നിന്ന് നമ്മൾ ഇത്രയും ഓതി വെച്ച 61 ആയത്തുകളാണ് നമ്മളിവിടെ ഓതി വെച്ചത്. ബാക്കിയും ചില്ലറ ആയത്തുകളുണ്ട്. നാളെ സൂറത്തുൽ വാഖിയ നമുക്ക് സമാപിക്കേണ്ടതുണ്ട്. നാളെ വെള്ളിയാഴ്ച രാവും കൂടിയാണല്ലോ.